ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒരു പുതിയ ട്രേഡിംഗ് ഡേയിലേക്കാണ് കടന്നിരിക്കുന്നത്. കൂടെയുള്ളത് ഇന്നത്തെ ഒരു സെഷനിൽ എക്സ്പെർട്ട് ഒപ്പീനിയൻ നൽകാനായിട്ട് ഞങ്ങളുടെ റിസർച്ച് ഹെഡ് സൂരജ് സാറാണുള്ളത്. സർ, ഗുഡ് മോർണിംഗ്. വെരി ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. യെസ്, ഏതായാലും ആഗോളതലത്തിലേക്ക് നോക്കുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ തന്നെ പോസിറ്റീവാണ്. US വിപണികളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള മുന്നേറ്റമാണ്, പെർഫോമൻസ് ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ സാധിച്ചത്. ഇനി മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് പോകുമ്പോൾ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന 7 മാസത്തിനിടെ ആദ്യമായിട്ട് ചൈനീസ് ബാങ്കുകൾ അവരുടെ ബെഞ്ച്മാർക്ക് വായ്പാ നിരക്കുകൾ കുറച്ചിരിക്കുന്നു. 3.1% നിന്ന് 3% ആയിട്ടാണ് കുറച്ചിരിക്കുന്നത്. 10 ബേസിസ് പോയിന്റിന്റെ ഒരു കുറവ് വരുത്തിയിരിക്കുന്നു. ആഭ്യന്തര വിപണിയിലേക്ക് പോകുമ്പോഴും ഇന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നേട്ടത്തിലായിരുന്നു വിപണി ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. 24,958 എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് മാർക്കറ്റ് പോവുകയാണ്. സെക്ടറൽ സൂചികകളിൽ പരിശോധിക്കുന്ന സമയത്ത് ഫസ്റ്റ് മിനിറ്റിൽ നമുക്കൊരു മിക്സഡ് വ്യൂ കാണാൻ സാധിക്കുന്നു. എങ്കിലും മെറ്റൽ സൂചിക 1% കൂടുതലുള്ള ഒരു മുന്നേറ്റം ആദ്യ മിനിറ്റിൽ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. IT ഇൻഡെക്സും ഇന്ന് 1%-ലധികമുള്ള ഒരു നേട്ടം ഓൾറെഡി തന്നു കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കിയുള്ള സൂചികകളിൽ ഏറ്റവും അധികം ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിൽ ട്രേഡ് ചെയ്യുന്നത് ഒന്ന് ഹെൽത്ത് കെയർ മേഖലയാണ്. മറ്റൊന്ന് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു 141 പോയിന്റുകളുടെ ഇടിവ് കാണുന്നുണ്ട്. സെൻസെക്സിലും ഒരു പോസിറ്റീവ് നേട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സുരേഷ് സാർ, നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ ആരംഭിക്കുമ്പോൾ ആദ്യം തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു വാർത്തയുടെ കമന്റിലേക്ക് തന്നെയാണ് പോകുന്നത്. നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സെഷന്റെ അടിയിൽ വന്നിട്ടുള്ള കമന്റുകളാണ്. എസ്പെഷ്യലി FII ബൈയിങ്ങിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രോക്കറേജ് വ്യൂ ഒക്കെ തന്നെ മെൻഷൻ ചെയ്തുകൊണ്ട്. അതിൽ സെല്ലേഴ്സ് ആൻഡ് ബയേഴ്സ് എത്രയുണ്ട് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു കമന്റ് എന്ന് പറയുന്നത്. ഇനി FI എന്ന് പറയുന്നത് പലപ്പോഴും ഇന്ത്യക്കാരായ വലിയ ടീമുകൾ വിദേശത്തിരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫണ്ടാണെങ്കിൽ അവരുടെ കൂടെ കൂടുന്നതാണ് ബുദ്ധി. കാരണം അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ ഡേറ്റ ആക്സസ് ഉണ്ടായിരിക്കും എന്നുള്ളതായിരുന്നു മറ്റൊരു കമന്റ് എന്ന് പറയുന്നത്. ഇനി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കണ്ട പല റാലികളും ഓൾ ബിക്കോസ് ഓഫ് FII എന്ന് പറയുന്ന തരത്തിലേക്കായിരുന്നു മറ്റൊരു കമന്റ്. DIകളുടെയും FIകളുടെയും ബൈയിങ് കപ്പാസിറ്റി അനലൈസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടായിരുന്നു മറ്റൊരു കമന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ പല വിധത്തിലുള്ള കമന്റ്സ് നമ്മുടെ സെഷനിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിനൊക്കെ തന്നെ ഒരു ക്ലിയർ കട്ട് എക്സ്പ്ലനേഷൻ നൽകിക്കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ ആരംഭിക്കാം. ജാസ്മിൻ, ആക്ച്വലി ഇന്നലെ ഇപ്പൊ US മാർക്കറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, S&P 500 ഞാൻ തുടക്കത്തിൽ അത് വാച്ച് ചെയ്യുമ്പോൾ 1% ഡൗൺ ആയിരുന്നു കേട്ടോ. ആദ്യത്തെ 1 അവറിൽ 1% ഡൗൺ ആയ മാർക്കറ്റിൽ ഭയങ്കരമായിട്ടൊരു ബൈയിങ് ആണ് തിരിച്ചു വന്നതെന്നുള്ള എനിക്ക് തോന്നുന്നു. അവിടെ എനിക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന നമുക്ക് കിട്ടിയ ഒരു ഹാൻഡ് ഓവർ അനുസരിച്ച് ഇൻഡിവിജ്വൽ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ആണ് US മാർക്കറ്റിൽ ഇന്നലെ മേടിച്ചത് എന്നുള്ളതാണ് അതിനകത്തൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ രണ്ടാമത് നമ്മുടെ ഈ ക്വറീസ് ഒക്കെ ഒന്ന് ആൻസർ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു വെക്കട്ടെ. അതായത് ഈ കൊല്ലത്തെ ഏറ്റവും വലിയൊരു ലിസ്റ്റിംഗ്, അതായത് ഹാങ്സെങ് മാർക്കറ്റ് ഹോങ്കോങ്ങിലാണ് നടക്കുന്നത്. അതായത് വേൾഡിലെ ലാർജസ്റ്റ് ഇലക്ട്രിക് വെഹിക്കിൾ ബാറ്ററി മേക്കർ, അതായത് ലോകത്ത് കാണുന്ന ഇലക്ട്രിക് വെഹിക്കിൾ ബാറ്ററിയുടെ 1/3 അവരാണ് ഉണ്ടാക്കുന്നത്. ഈ കമ്പനിയുടെ പേര് ചൈന കണ്ടംപററി ആംപെറക്സ് ടെക്നോളജി കമ്പനി ലിമിറ്റഡ് എന്നാണ്, CATL. ഇത് ഹാങ്സെങ് മാർക്കറ്റിൽ ഹോങ്കോങ്ങിലാണ് ലിസ്റ്റ് ചെയ്ത് വലിയൊരു ലാർജ് ലിസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. അതായത് $4.6 ബില്യൺ ആണ് അവർ റേസ് ചെയ്തതെന്ന് പറയുന്നത്. അത് ഏതാണ്ട് ഇന്നലെ സ്റ്റോക്ക് 13 തൊട്ട് 14% വരെ അപ്പു ആയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതൊരു ലാർജ് ലിസ്റ്റിംഗ് ആണ്. അത് EV സെക്ഷനിലാണ് നടന്നത്. അതിന് കിട്ടിയ വാല്യുവേഷൻ ഒന്ന് പറഞ്ഞു വെക്കുന്നു എന്നുള്ള കാര്യം. ഇനി വരാൻ പോണ ഇന്ത്യയിലെ സെക്ടേഴ്സും ഇലക്ട്രിക് വെഹിക്കിൾസ് അല്ലെങ്കിൽ ബാറ്ററി, സോളാർ, ചിപ്പ് മാനുഫാക്ചറിങ്, സെമി കണ്ടക്ടേഴ്സ് ഈ ലെവലിലൊക്കെ ആയതുകൊണ്ട് ഒരു ഗ്ലോബൽ കമ്പനിക്ക് എന്ത് വാല്യുവേഷൻ ആണ് കിട്ടിയത് എന്നുള്ളതാണ്. $4.6 ബില്യൺ അവർ റേസ് ചെയ്തു. ലിസ്റ്റിംഗ് ഗെയിൻസ് തന്നെ 12 to 14% കിട്ടി, വിച്ച് ഈസ് വെരി ഹാൻസം എന്നുള്ളത്. അതൊന്നാമത്തെ. പിന്നെ ഈ രണ്ടാമത്തെ പോലെ നമ്മുടെ ക്വറി, ചില ക്വറിയൊക്കെ നമ്മൾ ആൻസർ ചെയ്തിരുന്നു. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, നമ്മൾ എന്തുകൊണ്ട് ചില ക്വറീസ് മാത്രം എടുത്ത് ആൻസർ ചെയ്യുന്നു വെച്ചാൽ മറ്റേത് കൂടുതലും ഈ ഒരു സ്റ്റോക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ പറയും. ഇതിൽ പ്രത്യേകിച്ചായിട്ട് ഒരു ഫണ്ടമെന്റൽ ആയിട്ട്, അതായത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചോദിക്കുന്നത്. അപ്പൊ അതിൽ ഒരു അറിവ് കൊടുക്കണമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മുടേതായ രീതിയിൽ നമ്മുടെ അറിവിൽ നമ്മൾ സിമ്പിൾ ആക്കി ശ്രമിക്കുന്നു എന്നുള്ളത്. അപ്പൊ അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത്. ശരിക്കും അതിൽ യാതൊരു റെലവൻസും ഇല്ലാത്ത, അതായത് ഞാനിപ്പോ ഒരു കാര്യം പറയുക വെച്ചാൽ, എത്രത്തോളം സെല്ലേഴ്സ് ഉണ്ടോ അത്രത്തോളം ബയേഴ്സ് ഉണ്ടാവും. ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും എണ്ണത്തിൽ വ്യത്യാസമായിരിക്കും, നമ്പർ ഓഫ് ഷെയർസ് സെയിം ആയിരിക്കും. അതായത് ഒരു ട്രാൻസാക്ഷൻ നടക്കണമെങ്കിൽ അത് ഒരു സെല്ലർ വരുന്നെങ്കിൽ ഒരു ബയറും വരും. ബയറും സെല്ലറും കൂടെ ഒരു എഗ്രീഡ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നത്, റൈറ്റ്? അങ്ങനെ നടക്കുമ്പോഴാണ് ശരിക്കും ഇതിപ്പോ നമ്മളിപ്പോ ഇവിടുന്ന് ഒരു സ്റ്റോക്ക് ബൈ ചെയ്യുന്നു എന്ന് വിചാരിക്കാം.
നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണ് ബൈ ചെയ്യണമെന്ന് പോലും നമുക്കറിയില്ല. ചിലപ്പോൾ പൂനെയിലുള്ള ഒരാളായിരിക്കാം, ഇൻഡോറിലുള്ള ആളായിരിക്കാം. എക്സ്ചേഞ്ച് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒരു ഓഫർ തരുന്നു. ആരോ ഇത്ര രൂപയ്ക്ക് ഇത്രയും ഷെയർസ് ഓഫർ ഉണ്ട്, നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുമോ എന്നാണ്. ഇപ്പൊ നമ്മൾ ഒരു ക്വാണ്ടിറ്റി ഇടുന്നു, നമ്മളൊരു പ്രൈസ് ഇടുന്നു. ഇത് രണ്ടും മാച്ച് ചെയ്യുമ്പോൾ ട്രേഡ് നടക്കുന്നു. നമുക്ക് അപ്പുറത്തെ ഭാഗത്തിരിക്കുന്നത് ആരാണെന്ന് അറിയത്തേയില്ല. അപ്പൊ ഒരു ദിവസം 100 സെല്ലേഴ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ 10 ബയേഴ്സേ കാണും, അല്ലെങ്കിൽ ഒരു ദിവസം 10 സെല്ലർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 100 ബയർ ആണ്. പക്ഷെ നമ്പർ ഓഫ് ഷെയർസ് ട്രാൻസാക്ഷനിൽ ഹാപ്പൻ ചെയ്യുന്നത് സെയിം തന്നെ ആയിരിക്കും. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു കമ്പനിക്ക് 100 ഷെയർ ഉണ്ടെന്ന് വിചാരിക്കാം. ആ 100ൽ 75 ഷെയറും പ്രൊമോട്ടറിന്റെ കയ്യിലാണ്. അതായത് പ്രൊമോട്ടർ ഷെയർ ഹോൾഡിംഗ് 75% അല്ലെ. ബാക്കി വരുന്ന 25 ഷെയറിനെയാണ് നമ്മൾ ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ട് ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുന്നത് വെച്ചാൽ പ്രൊമോട്ടറിന്റെ ഷെയർസ് ഒരിക്കലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാറില്ല. കാര്യം അവരത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ റിലയൻസിൽ അംബാനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി, ഇപ്പൊ മുത്തൂറ്റ് ഫിനാൻസിലാണെങ്കിൽ മുത്തൂറ്റിന്റെ ഡയറക്ടേഴ്സ്, അല്ലെങ്കിൽ ഇപ്പൊ അഡാനിയുടെ ആണെങ്കിൽ അഡാനി ഫാമിലി ഓൺ ചെയ്യുന്ന അതിനെയാണ് നമ്മൾ പ്രൊമോട്ടർ സ്റ്റേക്ക് എന്ന്. ആ പ്രൊമോട്ടർ സ്റ്റേക്ക് ഫ്രീ ഫ്ലോട്ട് അല്ല, കാര്യം അത് ഫിക്സഡ് ആണ്. അത് ചിലപ്പോൾ അവർ സെല് ചെയ്യും, ചിലപ്പോൾ അവർ ഇൻക്രീസ് ചെയ്യും. ബട്ട് ഐഡിയലി ഓൺ എ ഗിവൺ ഡേ അതിൽ മാറ്റമില്ല. അത് 75% വിചാരിക്കാം. ബാക്കി 25% പബ്ലിക്കിന്റെ കയ്യിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കയ്യിലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലിരിക്കുന്നത്. അതായത് പ്രൊമോട്ടർ കൂടാത്ത എല്ലാവരും ഈ 25 ഷെയർസ് ആണ് ഹോൾഡ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ, നമ്മളിപ്പോ പറഞ്ഞ കമ്പനി 100 ഷെയർസ്, 75 ഷെയർസ് പ്രൊമോട്ടറിന്റെ കയ്യിലിരിക്കുന്നു, ബാക്കി 25 എന്റെയിലും ജാസ്മിന്റെ കയ്യിലും ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മുടെ കയ്യിൽ ഷെയർ ഇരിക്കുന്നു, ഷെയറിന്റെ വില 500 രൂപയാണെന്ന് വിചാരിക്കാം. മാർക്കറ്റിൽ ഇപ്പൊ നല്ല സമയമാണ്. മാർക്കറ്റിൽ നല്ല സമയം എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റ് ഒക്കെ നല്ലതാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട പോലെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ കമ്പനി തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിരിക്കുന്ന ഗൈഡൻസ് ഇനി വരാൻ പോകുന്ന കൊല്ലങ്ങളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കും. നമുക്ക് ഓർഡർ ബുക്ക് 200 കോടി കിട്ടി, മറ്റെവിടുന്ന് 300 കോടി കിട്ടി, 400 കോടി. അതായത് ഓപ്റ്റിമിസം എവരിവെയർ, പോസിറ്റിവിറ്റി എവരിവെയർ. അപ്പൊ നമുക്ക് ഇതിനകത്ത് നിന്ന് സെല് ചെയ്യണം എന്നുണ്ടെങ്കിൽ, കാര്യം നമ്മുടെ ഷെയർ ചോദിച്ച ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. നമ്മുടെ 25 ഷെയർസ് ആണല്ലോ നമ്മുടെ ഇരിക്കുന്നത്, ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. അപ്പൊ 500 രൂപയുടെ ഷെയർ ആണ് മാർക്കറ്റിൽ. അപ്പൊ അവർ പറയണം ഞങ്ങൾ 501 തരാം, വേറൊരാൾ പറയണം 510 തരാം, വേറൊരാൾ പറയണം 525 തരാം, 550 തരാം. കാര്യം ഞങ്ങൾ ഇതിന്റെ പ്രോസ്പെക്ട്സ് അതിനേക്കാളും കൂടുതൽ കാണുന്നു. സ്റ്റോക്ക് 1000, 2000, 3000ത്തിലേക്ക് പോകുന്നതായിട്ട് ഞങ്ങൾ കാണുന്നു. അതുകൊണ്ട് 550 ഇപ്പൊ മേടിച്ചാലും കുഴപ്പമില്ലാതെ നമ്മൾ ഈ 25 ഷെയർ നമ്മൾ ആർക്ക് കൊടുക്കും? അന്ന് ഏറ്റവും കൂടുതൽ ബിഡ് ചെയ്ത ഹയസ്റ്റ് പ്രൈസ് ആരാണോ അവർക്ക് നമ്മൾ കൊടുക്കും അല്ലെ. 501 ചോദിച്ച ആൾക്ക് കൊടുക്കോ, 550 ചോദിച്ച ആൾക്ക് കൊടുക്കും. നമ്മൾ 550 ചോദിച്ച ആൾക്കാർ, അയാളാണ് ഹയർ എങ്കിൽ നമ്മൾ അയാൾക്ക് 550 രൂപ കൊടുക്കും. അപ്പൊ 500 രൂപയുടെ മാർക്കറ്റ് പ്രൈസ് ഉള്ള ഒരു സ്റ്റോക്ക് നമ്മൾ 550 വിൽക്കുന്നു, നമുക്ക് ക്ലീൻ 10% കിട്ടുന്നു. 550 വേറൊരു വ്യക്തി മേടിക്കുന്നു, അത് ഭാവിയിൽ കൂടുതൽ പോകുന്നുള്ള പ്രതീക്ഷയിൽ മേടിക്കുന്നു. ഇതൊക്കെ എന്തുകൊണ്ട് നടന്നു? നമുക്ക് മുകളിലോട്ട് എന്തുകൊണ്ട് വിൽക്കാൻ പറ്റി? എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് നിൽക്കുന്നു. ഈ കമ്പനിയേക്കുള്ള ഒരു പോസിറ്റീവ് എക്സ്പെക്ടേഷൻ ബയറിനും ഉണ്ട്, നമ്മൾ അത് യൂട്ടിലൈസ് ചെയ്തു, നമുക്ക് പൈസയ്ക്ക് ആവശ്യമായിരുന്നു. ഇതെല്ലാം നന്നായിരുന്ന സമയം. ഇനി നേരെ നമുക്ക് തിരിച്ചാലോചിക്കാം. അപ്പൊ എന്തുകൊണ്ടാണ് ഈ നല്ല സമയത്ത് 500 എന്ന് പറഞ്ഞാൽ 550 പോയത് കൊണ്ടാണ് ഈ സ്റ്റോക്കുകൾ കയറുന്നത്? അപ്പൊ നമ്മൾ ആരെങ്കിലും ചോദിക്കുകയാണ് എന്തുകൊണ്ട് ഒരു ബൈയിങ് കാരണം സ്റ്റോക്ക് കയറുന്നു? ഇതാണ് കാരണം. കാരണങ്ങളെല്ലാം നന്നായിരിക്കുമ്പോൾ നമ്മൾ പോസിറ്റിവിറ്റി നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ സെല്ല് ചെയ്യുന്നു. ആ പോസിറ്റിവിറ്റി എക്സ്പെക്ട് ചെയ്ത് ഒരു ബയർ മേടിക്കുന്നു, അങ്ങനെ സ്റ്റോക്ക് കയറുന്നു മുകളിലോട്ട്. ഇനി നമുക്ക് എന്തുകൊണ്ട് താഴെ പോകണം നോക്കാം. കാര്യങ്ങളൊക്കെ മോശമാണ്. അതായത് എൻവയറൺമെന്റ് മോശമാണ്, ട്രംപിന്റെ ടാരിഫ് വന്നു, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ കോൺഫ്ലിക്ട് വന്നു, ഇങ്ങനത്തെ ഒരുപാട് നെഗറ്റീവ്സ് നിൽക്കുന്നു, ഒരുപാട് ക്ലൗഡ്സ് ഉണ്ട്. അത് കൂടാതെ തന്നെ പെട്ടെന്ന് നമുക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ വീണ്ടും 25 ഷെയറിന്റെ കഥയാണ് ഞാൻ വീണ്ടും പറയാൻ പോകുന്നത്. അപ്പൊ 500 രൂപയ്ക്ക് ഷെയർ ട്രേഡ് ചെയ്യുന്നു. അപ്പോ എല്ലാരും പെസിമിസ്റ്റിക് ആയിട്ടിരിക്കുകയാണ്. നമ്മളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാശും വേണം, നമുക്ക് മാർക്കറ്റിനെ കുറിച്ച് പേടിയുണ്ട്. അതായത് യുദ്ധം ഇനി എസ്കലേറ്റ് ചെയ്ത് ന്യൂക്ലിയർ വാർ ഒക്കെ ആവുമോ, നമുക്ക് എത്രയും പെട്ടെന്ന് സെല്ല് ചെയ്ത് ഇറങ്ങണം, നമ്മൾ പാനിക് സെല്ലറാണ്. അപ്പൊ അപ്പുറത്തിരിക്കുന്ന ആൾ ഈ പാനിക്കിന്റെ സമയത്തൊക്കെ ബൈ ചെയ്യാൻ വരുന്ന ആരായിരിക്കും? വല്ല ഇരുത്തുള്ള ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും അല്ലെ. അതായത് ഈ മുകളിലോട്ട് കയറുമ്പോൾ വരുന്ന പോലെയുള്ള ബയേഴ്സ് ആയിരിക്കില്ല സെല്ലിങ്. ആ ഒരു നെഗറ്റീവ് സമയത്ത് വരുന്ന ബയർ, അതായത് വളരെ ഇരുത്തം കൂടിയ നല്ല സ്മാർട്ട് ആയിട്ടുള്ള ഇൻവെസ്റ്റർ. അപ്പൊ അയാൾ നമ്മൾ 500 രൂപയ്ക്ക് നമ്മൾ സെല്ലിങ് ഇടുന്നു. നേരത്തെ പോലെ 501 ഇടുന്നു, 510 ഇട്ട് നോക്കുന്നു, 550 ഇട്ട് നോക്കുന്നു. നമ്മുടെ പഴയ അനുഭവം വെച്ച് നമ്മൾ ഇട്ട് നോക്കുന്നു, അതിനൊന്നും ബയറില്ല. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ബയർ കാണുന്നു 475 രൂപ, വേറൊരാൾ 465 രൂപ, വേറൊരാൾ 455 രൂപ. കാര്യം അവർക്കറിയാം, അവരും ബുദ്ധിമാനാണല്ലോ. ഇപ്പൊ നമ്മൾ മാർക്കറ്റ് വീഴുമ്പോൾ നമ്മൾ എങ്ങനെയാ മേടിക്കുന്നത്?
നമ്മൾ താഴോട്ടിട്ടാണ് മേടിക്കുന്നത്, മുകളിലോട്ടിട്ട് മേടിക്കാറില്ല. നമ്മൾ വെറും ഇനിയും താഴെ കിട്ടും, മാർക്കറ്റ് ഇനിയും താഴെ പോകും എന്നുള്ള സിറ്റുവേഷനിലാണ്. അവിടെ ഒരു സ്മാർട്ട് ഇൻവെസ്റ്ററും കൂടെ വരുമ്പോൾ അയാൾ 475 465 ഒക്കെ ആയിരിക്കും ഓഫർ ചെയ്യണം. അപ്പൊ നമുക്ക് പൈസ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ 500 രൂപയുടെ സ്റ്റേക്ക് അല്ലെങ്കിൽ 500 രൂപയുടെ സ്റ്റോക്ക് 475 വിൽക്കില്ലേ? അപ്പൊ 500-ൽ നിന്ന് ആ സ്റ്റോക്ക് 475 താഴേക്ക് വന്നോ? ഇങ്ങനെയാണ് ഒരു സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് വരുന്നത്. റൈറ്റ്. അപ്പൊ സ്റ്റോക്ക് പ്രൈസ് എങ്ങനെ മുകളിൽ കയറുന്നു, എങ്ങനെ താഴെ കയറുന്നു എന്നുള്ളതിന്റെ ഒരു ബേസിക് നമുക്കറിയാവുന്ന ഒരു ലെവലിൽ നമ്മൾ പറഞ്ഞു കൊടുത്തു എന്ന് മാത്രം. ഇതാണ് അതിനകത്ത് ബേസിക്കലി കാണുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഒരു സ്റ്റോക്ക് അപ്വേർഡ് പോകുന്നു, ആൾക്കാർ മുകളിലോട്ടിട്ട് മേടിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഒരു സ്റ്റോക്ക് താഴെ വന്നു, ആൾക്കാർ താഴോട്ടിട്ട് മേടിക്കുന്നുണ്ട്. അതായത് ഒരു മാർക്കറ്റിലെ ബേസിക് റൂൾ എന്നറിയോ? സെല്ലർ അല്ല തീരുമാനിക്കുന്നത്, ബയർ ആണ് തീരുമാനിക്കുന്നത്. ബയർ ഏത് ലെവലിൽ മേടിക്കുന്നു എന്നുള്ളതാണ്. പോസിറ്റീവ് ആയിട്ടുള്ള സമയങ്ങളിൽ ബയർ മുകളിലോട്ട് പ്രൈസ് ഇട്ടാണ് മേടിക്കുന്നത്. അതേസമയം നെഗറ്റീവ് ആയിട്ടുള്ള സമയത്ത് ബയർ താഴോട്ടിട്ടാണ് മേടിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ ബയേഴ്സ് മാർക്കറ്റ് മോർ ദാൻ എ സെല്ലേഴ്സ് മാർക്കറ്റ്. സോ ദേ ഡിസൈഡ് വെദർ ദ സ്റ്റോക്ക് ഷുഡ് ഗോ അപ്പ് ഓർ വെദർ ദ സ്റ്റോക്ക് ഷുഡ് കം ഡൗൺ. അതാണ് അതിനകത്തുള്ള സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അത് സംഭവം. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ കാര്യം. ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പൊതുവേ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലുണ്ടല്ലോ, 2 ടൈപ്പ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. ഒരു ടൈപ്പ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം പ്ലെയർ. അതായത് ഒരു കമ്പനിയിൽ 5 തൊട്ട് 6%, 8%, 10%, ചിലത് 20% വരെ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 1% വരെ എടുത്ത കേസുകളുണ്ട്. അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു കമ്പനിയുടെ പ്രോസ്പെക്ട്സിനെ റൈഡ് ചെയ്ത് പോകുന്നു. 2, 3, 4, 5 കൊല്ലത്തേക്കൊക്കെ റൈഡ് ചെയ്ത് പോകുന്നു. അങ്ങനത്തെ ഒരു ടൈപ്പ് ലോങ് ടേം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ FPIs എന്ന് പറയും. വേറെ ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഹെഡ്ജ് ഫണ്ട്സ് ആണ്. അതായത് ETF. അവരെന്ന് വെച്ചാൽ അവർക്ക് വലിയ നന്ദിയും സ്നേഹമൊന്നുമില്ല, വെറും എന്താ പറയുക, ഫാസ്റ്റ് ആൻഡ് ക്വിക്ക് പ്ലെയേഴ്സ് ആണ്. അവരിപ്പോ ഇവിടെയാണ് ഓപ്പർച്യൂണിറ്റി എങ്കിൽ പെട്ടെന്ന് വന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യും. പെട്ടെന്ന് ഇതിനേക്കാൾ ഓപ്പർച്യൂണിറ്റി ചൈനയിൽ വരികയാണെങ്കിൽ ഇന്ത്യ വിട്ടിട്ട് അവർ ചൈനയിലേക്ക് പോകും. പെട്ടെന്ന് ഈ പറയുന്ന പോലെ US ബോണ്ട് ഈൽഡ് കയറുകയാണ്, US ബോണ്ട്സ് ആണ് കുറച്ചുകൂടെ സേഫ് എന്ന് പറയുകയാണെങ്കിൽ അവര് ഇന്ത്യയും ചൈനയും വിട്ടിട്ട് US ബോണ്ട്സിലേക്ക് പോകും. ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഹെഡ്ജ് ഫണ്ട്സ് അല്ലെങ്കിൽ ഹോട്ട് മണി. ഹോട്ട് മണി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് ഈ ഓരോ മാർക്കറ്റിൽ നിന്നും 2%, 1%, 3% ഒക്കെ കിട്ടിയാൽ മതി. അവരെ സംബന്ധിച്ച് ഇങ്ങനെ ചാടി ചാടി പോവാന്നുള്ള. അവർ സെല്ല് ചെയ്യണത് പോലും നെഗറ്റീവ് ആണെങ്കിൽ തന്നെ പെട്ടെന്നൊരു നെഗറ്റീവ് കണ്ട പെട്ടെന്ന് അങ്ങ് സെല്ല് ചെയ്യും. അവർ യാതൊരു ദാക്ഷണ്യവും സെല്ല് ചെയ്ത് പോകും. അതേസമയം ലോങ് ഓൺലി FIIs കുറെ നാൾ താഴെ വന്നാൽ പോലും സെല്ല് ചെയ്യാറില്ല എന്നുള്ളത്. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവരൊരു ഓപ്പർച്യൂണിസ്റ്റിക് പ്ലെയേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കണമെന്ന് വെച്ചാൽ FIIs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളി ഗ്രെയിലാണ്, അവർ പറയുന്നതൊക്കെ ശരിയാണെന്നുള്ളത്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ അതിന് തന്നെ ഇന്നലെ ഒരു റിപ്പോർട്ട് കാണിച്ചല്ലോ. അതായത് 2 കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് ഒരു എന്താ പറയുക, ഒരു ബൈ കോളും ഒരു സെൽ കോളും 2 ദിവസത്തിന്റെ വ്യത്യാസത്തിൽ, ഒരു ദിവസത്തിന്റെ വ്യത്യാസത്തിൽ കൊടുത്ത ഒരു ഇൻഫർമേഷൻ കാണിച്ചു. രണ്ടാമത്, ഇപ്പൊ ഇൻഡസ്ഇൻഡ് ബാങ്കിൽ FIIs ഇല്ലാത്തതുകൊണ്ടാണ്. ഇൻഡസ്ഇൻഡ് ബാങ്കിൽ FIIs ലോഡാണ്. എന്നിട്ട് പറഞ്ഞാൽ ആ ഇൻഡസ്ഇൻഡ് ബാങ്കിനകത്ത് നടക്കുന്ന എന്തെങ്കിലും കാര്യം ഈ FIIs അറിഞ്ഞു? ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള. അപ്പൊ ഈ FIIs എന്ന് പറയുന്നത് ബേസിക്കലി ഒന്നാമത്തെ കാര്യം, ഇന്ത്യൻ മാർക്കറ്റിലെ അലോക്കേഷൻ തന്നെ അവരുടെ ടോട്ടൽ ഗ്ലോബൽ പോർട്ട്ഫോളിയോന്റെ 2% ഒക്കെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അവരുടെ 60% ഫണ്ട്സും US തന്നെയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇന്ത്യൻ മാർക്കറ്റിലെ ചെറിയ മൂവ്മെന്റ് ഒന്നും അവർക്ക് വലിയ ബാധകമൊന്നുമില്ല. അവർ എന്തൊരു നെഗറ്റീവ് വന്നാലും അങ്ങ് സെല്ല് ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങ് പോകുന്നില്ല. അത് മാത്രമല്ല, ഒരു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ഫസ്റ്റ് റിസ്ക് കറൻസി റിസ്ക് ആണ്. അതായത് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചെടുത്തുകൊണ്ട് പോകാൻ നേരത്ത് US ഡോളേഴ്സ് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നഷ്ടമാണ്. നെറ്റ് ടു നെറ്റ് FIIs ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു 5% താഴെ റിട്ടേൺ ഇവർ ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്നാൽ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് അങ്ങനെയല്ല കേട്ടോ. ലോങ് ടേം FIIs ഈ പറഞ്ഞ പോലെ 3 ടൈംസും 4 ടൈംസും 5 ടൈംസും ഉണ്ടാക്കിയവരൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഇൻഡസ്ഇൻഡ് ബാങ്കിൽ ലോങ് ടേം FIIs ഉണ്ട്, ഷോർട്ട് ടേം FIIs ഉണ്ടായിരുന്നു. ജെൻസോളിലും ലോങ് ടേം FIIs ഉണ്ടായിരുന്നു, ഷോർട്ട് ടേം FIIs ഉണ്ടായിരുന്നു. 2 പേർക്കും പണി കിട്ടിയെന്നുള്ള. അപ്പൊ ഈ കമ്പനികളെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയുന്നത് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് തന്നെ. ഈ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് തരുന്ന ഗൈഡൻസ് ആണ് FIIസും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും നമ്മളെ പോലത്തെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും മനസ്സിലാക്കുന്നത്. ഓഫ് കോഴ്സ് ചില ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കമ്പനികളിൽ അകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ, ഇൻസൈഡേഴ്സിന്റെ അടുത്തത് പല ഇൻഫർമേഷനും കൂടുതലായിട്ട് അറിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചെറിയൊരു ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടാവും. ബട്ട് 90% ഓഫ് ആൾക്കാർക്കും അത് കിട്ടാറില്ല. കാര്യം അങ്ങനെ എന്തെങ്കിലും വന്നാൽ തന്നെ സെബി അതിനകത്ത് ഇൻസൈഡർ ട്രേഡിംഗ് ആയിട്ട് അതിനെ റിഗാർഡ് ചെയ്യുന്നുള്ളതുകൊണ്ട് അങ്ങനെ നടക്കാറില്ല. അതുപോലെ FIIs ഒക്കെ പൊതുവെ ഈ പറയുന്ന പോലെ എന്താ പറയുക, ഒരു ബ്ലൈൻഡ് ബൈ ആണ് അവർ ചെയ്യുന്നത്. കാര്യം അവരെ സംബന്ധിച്ച് അവരൊരു 100 കോടി ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കുന്നെങ്കിൽ 20 കോടി 30 കോടി പൊട്ടിപ്പോയാലും കുഴപ്പമില്ല എന്നുള്ളൊരു കൺസിഡറേഷനിലാണ് അവർ വരുന്നത്. അവരുടെ റിസ്ക് ആപ്പറ്റൈറ്റും നമ്മളെ പോലത്തെ ഒരു സാധാരണക്കാരനും തമ്മിൽ വ്യത്യാസമാണ്. കാര്യം FII നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്നറിയോ? ഇപ്പൊ ജാസ്മിൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ജാസ്മിൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ ഒരു പൈസയാണ്. അതാണ് ജാസ്മിൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്.
അപ്പൊ ജാസ്മിൻ അതിൻ്റെതായ രീതിയിൽ റിസർച്ച് നടത്തണം എന്നാണ് നമ്മൾ അവകാശപ്പെടുന്നത്. അതേസമയം FIS എന്ന് പറയുന്നത് എന്താ? FIS എന്ന് പറഞ്ഞാൽ ഒരു ഫണ്ട് മാനേജർ കുറെ ജനങ്ങളുടെ പൈസ മാനേജ് ചെയ്യണമെന്നുള്ളൂ. ഡിസിഷൻ എടുക്കുന്നത് ആ ജനങ്ങളല്ല, ഫണ്ട് മാനേജറാണ്. ഫണ്ട് മാനേജർ ഒരു ശമ്പളം മേടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇതിനകത്ത് ഇമോഷൻ ഒന്നുമില്ല. പൈസ പോയാലെന്ത് തിരിച്ചു ആ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് എപ്പോഴും ആ ട്രാൻസാക്ഷൻ നടക്കും തോറും അവർക്ക് ഫീസ് കിട്ടിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് FIS ചെയ്യുന്നതൊക്കെ ഹോളി ഗ്രേയിലാണ്. ഓഫ് കോഴ്സ് FIS ഇസ് എൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ, നമ്മൾ അത് ഒരിക്കലും മാറ്റി വെക്കുന്നില്ല. ബട്ട് FISന് എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊള്ളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അങ്ങനെ പോയുന്നത് നമ്മൾ ഇപ്പൊ ഏത് FISന് ഏത് കാര്യം അറിയുന്നത് നമ്മൾ വിശ്വസിക്കും? അവർക്ക് ഇൻസൈഡർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആർക്കറിയാം എന്നൊന്നും വെച്ചാൽ കാര്യം മോർഗൻ സ്റ്റാൻലി ചില കാര്യങ്ങൾ എടുക്കുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. മോർഗൻ സ്റ്റാൻലി എന്ന് പറയുന്ന FI ബ്രോക്കറേജ് ചില കമ്പനികളിൽ എടുക്കുന്ന സ്റ്റാൻഡ് കറക്റ്റ് ആവുകയും ചില കമ്പനികളിൽ എടുക്കുന്ന സാധനം തെറ്റിപ്പോവുകയും ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ എടുക്കുന്ന എല്ലാം അവർ ഇൻസൈഡർ ഇൻഫർമേഷൻ അറിഞ്ഞിട്ടാണ് എന്ന് വിശ്വസിക്കുന്നത് നേരായിട്ടുള്ള ഒരു ഏർപ്പാടല്ല. ചിലതിൽ അവർക്ക് കറക്റ്റായിട്ട് കിട്ടും, ചിലതിൽ അവർക്ക് കറക്റ്റായിട്ട് കിട്ടൂല എന്നുള്ള കാര്യം ഈ FISനെ പോലും പറ്റിക്കുന്ന പ്രൊമോട്ടേഴ്സ് ഇന്ത്യയിൽ ഉണ്ടെന്നുള്ള. ഇപ്പൊ ഇൻഡസ്ഇൻഡ് ബാങ്കിലൊക്കെ ഈ FIS തന്നെ ഒരു കോൺഫറൻസ് കോൾ ഹോസ്റ്റ് ചെയ്തിരുന്നു. നമുക്ക് ഈ ഓരോ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ബാങ്ക് എന്നല്ല ഏത് സ്റ്റോക്കിനും അവരൊരു കോൺഫറൻസ് കോൾ ഹോസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് അതിനകത്ത് കയറിയിട്ട് മാനേജ്മെന്റ് ഗൈഡൻസ് ഒക്കെ നമുക്ക് ചോദിക്കാം. മാനേജ്മെന്റ് ആദ്യം എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് കോൺ കോളിൽ കയറുന്നവർക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിനകത്ത് ഈ വിറ്റ സുമൻ കത്പാലിയ എന്ന് പറയുന്ന CEO, ആ CEOന്റെ അടുത്ത് മോർഗൻ സ്റ്റാൻലിന്നും ഗോൾഡ്മൻ സാക്കിന്നും ബാങ്ക് ഓഫ് അമേരിക്കയിൽ നിന്നും സിറ്റി എന്നുള്ളവരൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് റോസി പിക്ചറാണ്, വളരെ നല്ല പിക്ചേഴ്സാണ്. ഈ പറയുന്ന പോലെ ഡെറിവേറ്റീവ് ട്രേഡിംഗ് ഡെസ്കിലെ ഡെറിവേറ്റീവ് ലോസ് ഒന്നും അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല. നമ്മുടെ അടുത്തും മെൻഷൻ ചെയ്തിട്ടില്ല, FISന്റെ അടുത്തും മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ള. അപ്പൊ നമ്മളെ എങ്ങനെയാണോ പറ്റിച്ചത്, മിസ്ലീഡ് ചെയ്ത്, പറ്റിച്ചെന്നുള്ളതിനേക്കാളുള്ള വാക്ക് മിസ്ലീഡ് ചെയ്ത്, അതേപോലെ FISും മിസ്ലെഡ് ആണ് ഇങ്ങനത്തെ ഇൻഫർമേഷനിൽ. അതുകൊണ്ടാണ് നമ്മളെ പോലെ തന്നെ അവരും അനുഭവിച്ചതെന്നുള്ളത്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ സ്റ്റോക്ക് പെട്ടെന്ന് താഴെ പോകുന്നുള്ള ഇതേ FIS പെട്ടെന്ന് കയറി തോന്നണ റേറ്റിനടുത്ത് സെല്ല് ചെയ്യുമ്പോഴാണ്. നമ്മളാണെങ്കിൽ ഇത് എപ്പോൾ തിരിച്ചു കയറും എന്നുള്ള ചോദ്യങ്ങളും ചോദിച്ച് നമ്മളിരിക്കും. FISനെ സംബന്ധിച്ച് ഒരു നന്ദിയില്ലാത്ത ഒരു സെയിൽ ആയതുകൊണ്ട് അതങ്ങ് സെയിൽ ചെയ്തിട്ട് അവർ അവരുടെ പാട്ടിന് പോകുന്നുള്ള. ഇതാണ് നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു വാർത്തയുടെ ഒരു 360 ഡിഗ്രി ലെവലിലുള്ള അനാലിസിസ് ആണ് നമ്മുടെ ഈ ഓപ്പണിംഗ് അവേഴ്സ് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസത്തെ ഒരു കമന്റ് കൂടി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒന്ന് ടൈം എടുക്കുകയാണ്. സുരജ് സാറിനെ ഞാൻ സാർ എന്ന് വിളിക്കുന്നതിൽ ഒരു അതൃപ്തിയൊക്കെ പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു കമന്റ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ആയിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി. അത്രയും ഒരു ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉള്ള ഒരു മനുഷ്യനാണ്. നിങ്ങളുടെ എല്ലാ ക്വയറീസിനും അദ്ദേഹം അഡ്രസ്സ് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വേറെ എവിടെയും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു അനാലിസിസ് കിട്ടാറില്ല എന്നുള്ള ഒരു ഉറച്ച ബോധ്യമുണ്ട് എനിക്ക്. അപ്പം അതിന് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ആയിട്ട് മാത്രം കാണുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടെ ജാസ്മിൻ, ഞാൻ ആ പ്രേക്ഷകനോട് പ്രത്യേകം പറയുന്നു, ഞാൻ ജാസ്മിനോട് ആ റെക്കമെൻഡേഷൻ പറഞ്ഞിരുന്നു, അതായത് എന്നെ സാർ എന്ന് വിളിക്കേണ്ട, പക്ഷെ ജാസ്മിൻ എനിക്ക് ആ ഒരു റെസ്പെക്ട് തരുന്നു എന്നുള്ളതാണ്, അതിൽ സന്തോഷമുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞു വെക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും സാർ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വിളിക്കേണ്ടതില്ല എന്നുള്ളത്. പക്ഷെ ആ ഒരു ക്വാളിഫിക്കേഷൻ കൊടുക്കുന്ന ആ ഒരു റെസ്പെക്റ്റിൽ നിന്നും മാറ്റമില്ലാതെ തുടരണം എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു തീരുമാനം. ഏതായാലും സാർ നമുക്ക് ഇറ്റ്സ് ടൈം ഫോർ ദ സ്റ്റോക്സ് ഇൻ ന്യൂസ് അല്ലേ? അപ്പൊ ഏതായാലും അതിലേക്ക് കൂടി കിടക്കാം. ഇതിനകത്ത് ഒരുപാട് സ്റ്റോക്കുകൾ ഇന്നലെ റിസൾട്ട് വന്നു എന്നുള്ളത് ഞാൻ പെട്ടെന്ന് ഓടിച്ചു പറയാം. കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് പ്രോട്ടിയൻ ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. അത് ഇന്നലെ 20% ഡൗൺ ആയിരുന്നു. ഇന്നിപ്പോ എത്ര ഡൗൺ ആണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. അതിന് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ നമ്മൾ ഈ പാനില്ലേ, നമ്മൾ ഓൺലൈനായിട്ട് ലോൺ എടുക്കുക അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ചെയ്യാൻ നേരത്ത് 8.5% ഇടിവാണ്. അതായത് ഈ കമ്പനിക്ക് വളരെ ഭയങ്കര ഹൈ ഹോപ്സ് ഉണ്ടായിരുന്ന ഒരു കമ്പനിയാണ്. കാര്യം വെച്ചാൽ അസറ്റ് ലൈറ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിരുന്നു. അതായത് ഇനി വരാൻ പോകുന്നത് ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ആണല്ലോ കൂടുതലും ഫിനാൻഷ്യൽ മേഖലയിൽ. അപ്പൊ ഈ പ്രോട്ടിയൻ ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ മെയിൻ എന്ന് വെച്ചാൽ ഈ പാൻ കാർഡ് ഇഷ്യൂ ചെയ്യുക ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ഓൺലൈനായിട്ട് ഒരു ലോൺ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റേഷൻ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ നേരത്ത് നമ്മൾ പാൻ എൻട്രി ചെയ്യാൻ നേരത്ത് പാൻ ഓൺലൈനായിട്ട് ചെക്ക് ചെയ്യണം. ഈ പ്രോസസിംഗ് ഒക്കെ നടത്തിയിരുന്നത് പ്രോട്ടിയൻ ഈ ഗവൺമെന്റ്, ഈ ഗവൺമെന്റ് കമ്പനി, അങ്ങനെയാണ് പ്രോട്ടിയൻ ഈ ഗവൺമെന്റ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ആ കമ്പനിയുടെ റവന്യൂ കംപ്ലീറ്റ്, അതായത് അവരുടെ ടോട്ടൽ റവന്യൂവിന്റെ 50% ഈ സർവീസിൽ നിന്നാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് ഗവൺമെന്റിന്റെ പുതിയ പ്രോജക്റ്റ്, ഗവൺമെന്റ് എന്ന് പറയാൻ പറ്റില്ല, ഇൻകം ടാക്സ് ഒരു ഓട്ടോണമസ് ബോഡിയാണല്ലോ, അവരുടെ പാൻ 2.0 എന്ന് പറഞ്ഞ പ്രോജക്ട് വരുന്നത്. അതായത് നമ്മുടെ പാന്റെ ഒക്കെ കാർഡും ആ ഫെസിലിറ്റീസ് ഒക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നത്. ആ പ്രോജക്റ്റിന് പ്രോട്ടിയാൻ ഇല്ല. അത് കാരണം അപ്പൊ ഇവർക്ക് ഏതാണ്ട് 50% കിട്ടി എന്നുള്ളതാണ്.
അപ്പൊ തീർച്ചയായിട്ടും അത്രയും റവന്യൂ ഡിപ്പ് അതിനകത്തേക്ക് വരുന്നില്ല. ഇത് കാരണം കൊണ്ട് തന്നെ സ്റ്റോക്ക് എനിക്ക് തോന്നുന്നു 2225 രൂപ ഹൈ പോയ സ്റ്റോക്കാണ്. അടുത്ത കാലത്തൊക്കെ നമ്മുടെ ഈ ട്രംപിന്റെ ഇഷ്യൂ ഒക്കെ സമയത്ത് 1300 രൂപയ്ക്കൊക്കെ ട്രേഡ് ചെയ്തിരുന്നു. ഇന്നലെ നേരെ ഏതാണ്ട് 1041 രൂപ. ഇപ്പൊ ബ്രോക്കറേജസ് പലതും പറയുന്നത് 900 റുപ്പീസ് എന്നൊക്കെയാണ്. ബട്ട് ഈവൻ ദെൻ മാനേജ്മെന്റും ക്ലൂലെസ് ആണ്. കാര്യം ഇനി എവിടെ നിന്നാണ് ഈ 50% ഷോർട്ട് ഫോള് തന്നെ അവർ കൊണ്ടുവരിക എന്നുള്ളത്, ഇങ്ങനെ വരും എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ്. അപ്പൊ ഒന്ന് അതിലെ ഷെയർ ഹോൾഡേഴ്സ് ഒന്ന് സൂക്ഷിക്കാം. ബട്ട് ഏതെങ്കിലും പോയിന്റ് ഓഫ് ടൈമിൽ താഴെ വരുമ്പോൾ നമുക്ക് അതൊന്ന് റീഅസസ് ചെയ്യാം എന്നുള്ളത്. പിന്നെ രണ്ടാമത് മെറ്റൽ സ്റ്റോക്സ് ചൈന ഇപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചുണ്ട്. ആ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചത് കാരണം മെറ്റൽ സ്റ്റോക്സിന് ഒരു പോസിറ്റീവാണ്. എപ്പോഴും ചൈന റേറ്റ് കുറയ്ക്കാൻ നേരത്ത് മെറ്റൽ സ്റ്റോക്സ് ആണ് ബെനിഫിറ്റ് ചെയ്യാറുള്ളത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ മാർക്കറ്റിൽ അത് റിഫ്ലക്റ്റിംഗ് ആണ്. പിന്നെ BELന്റെ റിസൾട്ട് വന്നു. ഗുഡ് സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണ്. ഭാരത് ഇലക്ട്രോണിക്സിന്റെ പവർ ഗ്രിഡ് ലാർജ്ലി ഇൻ ലൈൻ ആണ്. ബട്ട് സന്തോഷിക്കേണ്ട ഒന്നും വന്നിട്ടില്ല. IRB ഇൻഫ്ര ഓക്കെ റിസൾട്ട്സ്. ഓക്കെ, NLC ഇന്ത്യ ഒരു ഗുഡ് ക്വാർട്ടർ ആണ് കൊണ്ടുവന്നതെന്നുള്ള. പെട്രോനെറ്റ് LNG വളരെ നല്ല റിസൾട്ട്സ് ആണ് പെട്രോനെറ്റ് LNG കൊണ്ടുവന്ന്. ഗുജറാത്ത് ഗ്യാസ് അത്ര വലിയ ഗുഡ് റിസൾട്ട്സ് അല്ല കൊണ്ടുവന്ന്. DLF അഗെയിൻ ഗുഡ് സെറ്റ് ഓഫ് നമ്പേഴ്സ്. PI ഇൻഡസ്ട്രീസ് റവന്യൂ അപ്പ്, പക്ഷെ പ്രോഫിറ്റ് ഡൗൺ ആണ്. എങ്കിലും റിസൾട്ട്സിന് വലിയ കുഴപ്പമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എറിസ് ലൈഫ് സയൻസ് ഫെയർലി ഗുഡ് റിസൾട്ട്സ് ആണ് എറിസ് ലൈഫ് സയൻസിന്റെ. കരൂർ വൈശ്യ ബാങ്ക് ഗുഡ് റിസൾട്ട്സ്. ഇതാണ് ഇപ്പൊ നമുക്ക് ഇന്ന് സ്റ്റോക്ക് ഇൻ ന്യൂസ് ആയിട്ട് വരുന്നത്. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയണം, അത് പ്രത്യേകിച്ച് ഞാൻ പറയണം എന്ന് വിചാരിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഈ LIC എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനിക്ക് അവരുടെ പോർട്ട്ഫോളിയോയിൽ അവർ സ്റ്റോക്ക് ബൈ ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മുടെ മാർക്കറ്റൊക്കെ ഫോളോ ചെയ്യാൻ നേരത്ത് LIC ആണ് പോയിട്ട് മാർക്കറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നത്. ചിലപ്പോൾ ഈ ഫിനാൻസ് മിനിസ്ട്രിയിൽ നിന്ന് ഡയറക്റ്റീവും വരാറുണ്ട് LICക്ക് ഗോ ആൻഡ് ബൈ എന്നുള്ള രീതിയിൽ. അതായത് ക്യാബിനറ്റ് ക്ലിയർ ചെയ്ത് കൊടുക്കണം, അതായത് എത്രത്തോളം LICക്ക് സ്റ്റോക്സ് മേടിക്കാൻ പറ്റും. കാര്യം ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണല്ലോ. അപ്പൊ ആ എത്രത്തോളം സ്റ്റോക്ക് അവർക്ക് പോർട്ട്ഫോളിയോയിൽ മേടിക്കാം എന്നുള്ളതിനെ കുറിച്ച് ലിമിറ്റ് ഉണ്ട്. അത് ഗവൺമെന്റ് ഇൻക്രീസ് ചെയ്യുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഈ മാർക്കറ്റ് ഫോളോ ചെയ്യാൻ നേരത്ത് ഒരു മാർക്കറ്റ് എന്താ പറയുക സപ്പോർട്ട് മെക്കാനിസം എന്നുള്ള രീതിയിൽ ഗവൺമെന്റ് LICയുടെ അടുത്ത് മാർക്കറ്റിൽ പോയി ബൈ ചെയ്തിട്ട് ഒരു കോൺഫിഡൻസ് നമ്മളെ പോലുള്ള ജനങ്ങൾക്ക് കൊടുക്കാൻ പറയും. അങ്ങനെ LIC അവരുടെ പോർട്ട്ഫോളിയോയിൽ ഏതാണ്ട് 206 സ്റ്റോക്സ് മേടിച്ചിട്ടുണ്ടെന്നുള്ള. അത് എന്താ എനിക്ക് തോന്നുന്നു ഈ ഏപ്രിലൊക്കെ ഈ 2025 ലോ വന്നില്ലേ, ട്രംപിന്റെ ടാരിഫും ഇൻഡോ പാക് ഇഷ്യൂ അതെല്ലാം കൂടെ ചേർന്ന് വന്നിരുന്ന സമയത്ത് ഏതാണ്ട് 13.65 ബില്യൺ ആയിട്ട് കുറഞ്ഞിരുന്നു. ഇപ്പൊ അത് വീണ്ടും 15.3 ബില്യൺ ആയി ലാസ്റ്റ് 2 മാസം കൊണ്ട്. ഏതാണ്ട് 1.2 ബില്യൺ റുപ്പീസ് ഇൻക്രീസ് ചെയ്തു. അതായത് നമ്മുടെ വെൽത്ത് ഇൻക്രീസ് ചെയ്തു എന്ന് പറയുന്ന പോലെ ലാസ്റ്റ് 1.5 മാസം കൊണ്ട് അത്രത്തോളം ഇൻക്രീസ് ചെയ്തു. അവരുടെ ടോപ്പ് കോൺട്രിബ്യൂട്ടർ റിലയൻസ് ഇൻഡസ്ട്രീസും ITC ആണ്. വേണമെങ്കിൽ ഒരു 5-6 സ്റ്റോക്സ് ഞാൻ പറയാം. RIL അവരുടെ പോർട്ട്ഫോളിയോ 6.RILന്റെ 6.5% LIC ആണ് ഹോൾഡ് ചെയ്യുന്നത്. LNTയുടെ 13.3%, ഇൻഫോസിന്റെ 10.5%, ICICI ബാങ്കിന്റെ 6.8% LIC ഹോൾഡ് ചെയ്യുന്നു. HDFC ബാങ്കിന്റെ 5.5%, M&Mന്റെ 7.2%, ITCയിലാണ് അവർ ലാർജ് ഹോൾഡ് ചെയ്യുന്നത്. ITCയുടെ 15.5% LIC ആണ് ഹോൾഡ് ചെയ്യുന്നത്. അഡാനി പോർട്ടിന്റെ 8.1% LICയുടെ പോർട്ട്ഫോളിയോ ഉണ്ട്. TCSന്റെ 4.6% ഉണ്ട്. SBIയുടെ 9.4%. ഇതൊക്കെ കംപ്രൈസ് ചെയ്ത് 206 സ്റ്റോക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ LICയുടെ പോർട്ട്ഫോളിയോയിൽ. ആ LIC എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് തന്നെയാണ് ബെർക്ക്ഷയർ ഹാത്തവേയുടെ മോഡൽ. വാറൻ ബഫയുടെ ബെർക്ക്ഷയർ ഹാത്തവേ ഈസ് ബേസിക്കലി ആൻ ഇൻഷുറൻസ് കമ്പനി. They also invest into stocks. അതേപോലെയാണ് LIC. LIC is a life insurance corporation company. They also invest into stocks. അതാണ് അതിനകത്തുള്ള ഒരു സിമിലാരിറ്റി എന്ന് പറയുന്നത്. ബട്ട് LIC is always government controlled, but Berkshire Hathaway is always a private controlled entity and it is headed by none other than legendary investor Warren Buffett. But ഇന്ത്യയിലെ വാറൻ ബഫയുടെ സ്റ്റോക്ക് ആണ്, അല്ലെങ്കിൽ വാറൻ ബഫയ്ക്ക് ഇഷ്ടപ്പെടാവുന്ന സ്റ്റോക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇന്ത്യയിലെ ബെർക്ക്ഷയർ ഹാത്തവേ ആണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഏതായാലും സർ, നമ്മുടെ റിസർച്ച് ഡെസ്കിൽ നിന്ന് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് റെഡിയാണ്. ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് റിസർച്ച് ഡെസ്കിൽ നിന്ന് അനിലയാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് അനില. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. മാർക്കറ്റ് ഇന്നൊരു പോസിറ്റീവ് നോട്ടിലായിരുന്നു തുടങ്ങിയത്, പക്ഷെ ഇപ്പോൾ 24,888 പോയിരിക്കുന്നു. 56 പോയിന്റുകളുടെ ഒരു ഇടിവ് ആദ്യത്തെ 45 മിനിറ്റ്സ് പിന്നിടുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് എങ്ങനെയാണ്?
ജാസ്മിൻ സൂചിപ്പിച്ചതുപോലെ തുടക്കത്തിൽ ഒരു പോസിറ്റീവ് നോട്ടിൽ, അതായത് പക്ഷേ അനലിസ്റ്റുകളുടെയും ഗിഫ്റ്റ് നിഫ്റ്റിയുടെയും ഒക്കെ ഒരു എക്സ്പെക്ടേഷൻ പ്രകാരം, അത്തരത്തിലുള്ള ഇൻഡിക്കേഷൻ പ്രകാരം ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. തുടക്കത്തിൽ ആ ഒരു ചെറിയ തോതിൽ ഒരു ഫൈനൽ സ്കാനിലൊക്കെ പരിശോധിക്കുമ്പോഴേക്കും നേരിയ തോതിൽ ഒരു പോസിറ്റീവ് മൊമെന്റം കിട്ടിയിരുന്നു എങ്കിൽ പോലും പിന്നീട് ആ ഒരു ഹൈ ലെവൽസിൽ സൂചിക വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ്, വളരെ ശക്തമെന്നതിനേക്കാൾ ഉപരി ഒരു മോഡറേറ്റ് ആയിട്ടൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. നിലവിൽ പല അനലിസ്റ്റുകളും കണക്കാക്കിയിരിക്കുന്ന 24,800 എന്നൊരു സ്ട്രോങ് സപ്പോർട്ട് ലെവലിന് അടുത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ 24,877 എന്നൊരു റേഞ്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡേ ഹൈ ആയിട്ട് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ മിനിറ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 25,010.35 എന്നൊരു നിലയിൽ, ഒപ്പം തന്നെ ഡേ ലോ എന്ന് പറയുന്നത് 24,863.4 എന്നൊരു നിലയുമാണ്. ഏകദേശം ആ ഒരു ഡേ ലോയ്ക്ക് വളരെ അടുത്ത് നിന്നുകൊണ്ടാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് നടന്നത്. ഒരുപക്ഷെ ഇന്നലത്തെക്കാളും ഒരു അല്പം കൂടി മോശമായിട്ടൊരു പ്രകടനത്തിലേക്കാണ് ആദ്യ 45 മിനിറ്റ്സിൽ ഇപ്പോൾ നിഫ്റ്റി 50 നീങ്ങിയിരിക്കുന്നത്. ഇനി അഡ്വാൻസ് സെക്ലൻ റേഷ്യോ പരിശോധിക്കുകയാണ്. പ്രീ മാർക്കറ്റിലൊക്കെ നമുക്ക് ബുൾസിന്റെ വളരെ ശക്തമായിട്ടൊരു ഡൊമിനൻസ് കാണാൻ സാധിച്ചിരുന്നുവെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം ബിയേഴ്സ് പിടിമുറുക്കുന്ന വിപണിയാണ് കാണുന്നത്. നിലവിൽ ഏകദേശം 21 ഓഹരികൾ മാത്രമാണ് നേട്ടത്തിൽ തുടരുന്നത്. 29 ഓഹരികൾ ഒരു നെഗറ്റീവ് ടോണിലാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് നടത്തി വരുന്നത്. ക്ഷമിക്കണം, സൂരജ് സാർ സൂചിപ്പിച്ചതുപോലെ മെറ്റൽ ഓഹരികളിൽ ഉണ്ടായ ഒരു മുന്നേറ്റമാണ് ഇന്നിപ്പോൾ പ്രധാനമായിട്ട് നിഫ്റ്റി 50ക്ക് ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് മാറിയിരിക്കുന്നത്. ഒപ്പം കോൾ ഇന്ത്യയുടെ ഓഹരികളിലും വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിട്ടുണ്ട്. ഏകദേശം 2% മുകളിൽ ഒരു മുന്നേറ്റമാണ് കോൾ ഇന്ത്യ ഓഹരികൾ കാണുന്നത്. ഒപ്പം ടാറ്റ സ്റ്റീൽ, ഹിൻഡാൽകോ തുടങ്ങിയ ഓഹരികളിലും ഏകദേശം 1% മുകളിൽ ഒരു മുന്നേറ്റമാണ് കാണുന്നത്. ഇൻഡസിൻ ബാങ്ക്, ONGC, ഇൻഫോസിസ് തുടങ്ങിയ ഓഹരികളിലും നമുക്ക് വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നതായിട്ടാണ് കാണുന്നത്. ഇനി സെക്ടേഴ്സ് വൈസ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ബാങ്ക് നിഫ്റ്റി ഒരുപക്ഷെ ബെഞ്ച്മാർക്ക് ഇൻഡെക്സിനെക്കാളും ഒരു അണ്ടർ പെർഫോമിംഗ് സെക്ടറായിട്ട് മാറുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. അതിൽ എടുത്തു പറയേണ്ടുന്നത് HDFC ബാങ്കിൽ ഉണ്ടായ ഒരു സെൽ ഓഫ് ആണ്. ഒരുപക്ഷെ ഒരു 15 മിനിറ്റ്സ് ക്യാൻഡിലൊക്കെ ചാർട്ട് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്നും ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു HDFC ബാങ്ക് ഓഹരികൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ആ ഒരു ഫസ്റ്റ് 15 മിനിറ്റ്സിൽ തന്നെ വളരെ ഹെവി ആയിട്ടൊരു സെൽ ഓഫ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ നിഫ്റ്റി ബാങ്കിന് ഏറ്റവും കൂടുതൽ ഡ്രാഗ് ചെയ്യുന്ന ഓഹരി എന്ന് പറയുന്നത് HDFC ബാങ്ക് തന്നെയാണ്. 1% മുകളിൽ ഒരു ഇടിവിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും HDFC ബാങ്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹെവി വെയിറ്റ് ആയിട്ടുള്ള ഒരു ഓഹരിയാണ്. ഈ ഓഹരിയിൽ ഉണ്ടാകുന്ന ഒരു ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ നിഫ്റ്റി ബാങ്ക് സൂചികയിൽ മാത്രമല്ല നിഫ്റ്റിയിലടക്കം ഒരു സെൽ ഓഫിലേക്ക് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ടോണിലേക്ക് കൊണ്ടുപോകുന്നതിനൊരു കാരണമായിട്ടാണ് ഇപ്പോൾ പല അനലിസ്റ്റുകളും വിലയിരുത്തിയിരിക്കുന്നത്. ഏതായാലും നിഫ്റ്റി ബാങ്ക് സൂചികയിലേക്ക് വരുമ്പോഴേക്കും ഹെവി വെയിറ്റ് ആയിട്ടുള്ള ഓഹരികളിലൊക്കെ നമുക്കൊന്നൊരു നെഗറ്റീവ് ടോൺ തന്നെയാണ് കാണുന്നത്. HDFC ബാങ്ക്, കൊട്ടക് ബാങ്ക്, ആക്സിസ് ബാങ്ക്, SBIN, അതിനോടൊപ്പം തന്നെ ICICI ബാങ്ക് തുടങ്ങിയ ഓഹരികളൊക്കെ ഇന്നിപ്പോൾ ഒരു നെഗറ്റീവ് ടോണിൽ ട്രേഡ് ചെയ്യുമ്പോഴേക്കും മിഡ് ക്യാപ് സ്പേസിൽ നിന്നുള്ള ഓഹരികൾ, അതിനോടൊപ്പം തന്നെ ഇൻഡസിൻ ബാങ്ക് ഓഹരികൾ, ഒരുപക്ഷെ കഴിഞ്ഞ ഒരു വീക്കിലൊക്കെ ധാരാളം അലിഗേഷൻസ് ഉയർന്നു വന്ന ഒരു ഓഹരിയുമായിരുന്നു. വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് നേരിട്ടിരുന്നു. എന്നാൽ ഈ ഓഹരികളിൽ ഇന്നിപ്പോൾ വീണ്ടും ഒരു ഷോർട്ട് കവറിംഗ് എന്ന് പറയത്തക്ക വിധത്തിലൊരു മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. 1.5% ഒരു മുന്നേറ്റമാണ് ഇൻഡസിൻ ബാങ്ക് ഓഹരികൾ കാണുന്നത്. ഒപ്പം പഞ്ചാബ് നാഷണൽ ബാങ്ക്, AU ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ തുടങ്ങിയ മിഡ് ക്യാപ് സ്പേസിൽ നിന്നുള്ള ഓഹരികളാണ് ഇന്നിപ്പോൾ നേരിയ തോതിലെങ്കിലും ഒരു പോസിറ്റീവ് മൊമെന്റം നിലനിർത്താൻ സാധിച്ചിരിക്കുന്നത്. ഒപ്പം മറ്റ് സെക്ടേഴ്സ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിലവിൽ തുടക്കത്തിൽ ഒരു പക്ഷേ നിഫ്റ്റി, മെറ്റൽ, IT അടക്കമുള്ള ഓഹരികളിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിരുന്നുവെങ്കിൽ മറ്റ് ഓഹരികളിൽ അല്ലെങ്കിൽ മറ്റ് സെക്ടേഴ്സും ഒക്കെ ഒരു പോസിറ്റീവ് ടോൺ ആയിരുന്നു മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ പരിശോധിക്കുമ്പോഴേക്കും നിഫ്റ്റി മെറ്റലും ഒപ്പം തന്നെ നിഫ്റ്റി IT സൂചികയുമാണ് പ്രധാനമായിട്ടും ഒരു പോസിറ്റീവ് ടോൺ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഒപ്പം നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് സൂചിക, റിയൽറ്റി സൂചിക, ഈ അതായത് വിരലിൽ എണ്ണാവുന്ന ചില സെക്ടേഴ്സ് ഒഴികെ മറ്റെല്ലാ സെക്ടേഴ്സും ഇപ്പോൾ ബിയേഴ്സിന്റെ കൈവശം തന്നെയാണ്. ഇതിൽ എടുത്തു പറയേണ്ടുന്നത് നിഫ്റ്റി IT സൂചികയിലാണ്. IT സൂചികയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ മിറർ ചെയ്യുന്ന തരത്തിലുള്ള പ്രകടനമായിരുന്നു ഇന്നലെ തിങ്കളാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. IT ഓഹരികൾ ഉണ്ടായ സെൽ ഓഫ് ഇന്നലെയും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ഒരുപക്ഷെ ഒരു വലിയൊരു ഇടിവിലേക്ക് പോകാതെ നിഫ്റ്റിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് IT സൂചിക തന്നെയാണ്. ഏകദേശം 0.89% ഒരു മുന്നേറ്റം നിഫ്റ്റി IT സൂചികയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻഡെക്സ് വൈസ് പറയുകയാണ് എന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഇന്നലെ Tier 1 ഉൾപ്പെട്ടുള്ള TCS, ഇൻഫോസിസ്, HCL ടെക് തുടങ്ങിയ ഓഹരികളിലൊക്കെ ഒരു സെൽ ഓഫ് ആയിരുന്നു നേരിട്ടിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ സൂചികയിലെ
ഓഹരികളും, അതായത് ഒരു പക്ഷേ ഈ ഒരു നെഗറ്റീവ് ടോണിൽ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് തുടരുമ്പോൾ IT സൂചിക്ക് ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് മാറിയിരിക്കുകയാണ്. ഇൻഡെക്സിലെ 10 ഓഹരികളും പോസിറ്റീവ് ടോണിനാണ് ട്രേഡ് ചെയ്ത് വരുന്നത്. HCL ടെക്, TCS തുടങ്ങിയ ഓഹരികൾ 0.5% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുമ്പോഴേക്കും മിഡ് ക്യാപ് സ്പേസിൽ നിന്നുള്ള കൊഫോർജ്, പെർസിസ്റ്റന്റ് തുടങ്ങിയ ഓഹരികളിൽ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ആണ് കടന്നു വന്നിരിക്കുന്നത്. ഒപ്പം സുരേഷ് സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ മെറ്റൽ സൂചികയിലും വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് കാണുന്നത്. 0.96% ഒരു നേട്ടം മെറ്റൽ സൂചികയിലും കാണുന്നുണ്ട്. ഏതായാലും സെയിൽ, ടാറ്റ സ്റ്റീൽ, ഹിൻഡാൽകോ, ഹിന്ദുസ്ഥാൻ കോപ്പർ തുടങ്ങിയ ഓഹരികൾ 1.5% മുതൽ ഏകദേശം ഒരു 2% വരെ ഉള്ള ഒരു മുന്നേറ്റമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഏറ്റവും അധികം നിക്ഷേപക ശ്രദ്ധ ആകർഷിച്ചിരുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഡിഫൻസ് ആയിരുന്നു. ഒരുപക്ഷെ HAL, BEL തുടങ്ങിയ പേരുകളൊക്കെ ഒരു വീണ്ടും നിക്ഷേപകരുടെ ഒരു ശ്രദ്ധയിലേക്ക് ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, HAL അഥവാ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അടക്കമുള്ള ഓഹരികൾ, പല ഡിഫൻസ് ഓഹരികൾക്കും പല ബ്രോക്കറേജുകളിലും ഒരു ബൈ റേറ്റിംഗ് ലഭിച്ചതായിട്ട്. എന്നാൽ ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്ന UBSന്റെ റിപ്പോർട്ട് പ്രകാരം HALന്റെ അഥവാ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ ഓഹരികൾക്ക് ബൈ റേറ്റിംഗിൽ നിന്നും ഒരു ഡൗൺഗ്രേഡ് ചെയ്തുകൊണ്ട് ന്യൂട്രൽ റേറ്റിംഗിലേക്കാണ് ഇപ്പോൾ UBS കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് മിക്സഡായിട്ട് ഈ ന്യൂട്രൽ റേറ്റിംഗിൽ കൊണ്ടുവന്നതിന് മിക്സഡ് ആയിട്ടൊരു വ്യൂ ആണ് നൽകിയിരിക്കുന്നത്. ആ റീസൺസ് കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. UBSന്റെ ഒരു അഭിപ്രായ പ്രകാരം നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ, അതായത് മാനേജ്മെന്റ് ഗൈഡൻസിലൊക്കെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ്, ഒരു ലോങ് ടേം ഗൈഡൻസ് ഒക്കെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് UBSന്റെ അനലിസ്റ്റുകൾ എടുത്തിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ചില അഡ്മിനിസ്ട്രേഷൻ ഫാക്ടേഴ്സ് അവർ ഒരു നെഗറ്റീവായിട്ട് കണക്കാക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നിലവിൽ, അതായത് ഇപ്പോൾ ഈ HAL ഉണ്ടായിരിക്കുന്ന ആ ഒരു മൂവ്മെന്റ് എല്ലാം തന്നെ കമ്പനിയെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ ഓൾറെഡി പ്രൈസ്ഡ് ഇൻ ആയിട്ടാണ് എന്നാണ് ഇപ്പോൾ UBS അനലിസ്റ്റുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിട്ട് GEF 404 എഞ്ചിൻ, അതിനോടൊപ്പം തന്നെ LCH ഓർഡർ തുടങ്ങിയ ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്റേഴ്സ് തുടങ്ങിയ ഓർഡറുകളൊക്കെ നേടിയതിനൊക്കെ ഓൾറെഡി ഇപ്പോൾ ഈ ഒരു ഉണ്ടായ അപ്സൈഡ്, റീസെന്റ് ആയിട്ടുള്ള അപ്സൈഡ് മൂവ്മെന്റിൽ പ്രൈസ്ഡ് ഇൻ ആയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ UBSലെ അനലിസ്റ്റുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ സെക്കൻഡ് ആയിട്ട് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിട്ട് കമ്പനിയുടെ ഒരു ഓർഡർ ബുക്കിനെ, അതായത് വളരെ ലോങ് ടേം ബേസിസിൽ വളരെ എക്സ്ട്രീംലി പോസിറ്റീവായിട്ടാണ് HALന്റെ മാനേജ്മെന്റ് ഗൈഡൻസ് നൽകിയിരിക്കുന്നത്. പക്ഷേ UBSനെ സംബന്ധിച്ചിട്ട് ഓർഡർ ബുക്ക് പരിശോധിക്കുമ്പോഴേക്കും, അതായത് 2026 സാമ്പത്തിക വർഷം മുതൽ 2028 ഫൈനാൻഷ്യൽ ഇയർ വരെയുള്ള ഒരു കാലയളവ് പരിശോധിക്കുമ്പോഴേക്കും ഓർഡർ ബുക്കിന്റെ CAGR എസ്റ്റിമേറ്റ് 21% മുൻപ് UBSലെ അനലിസ്റ്റുകൾ നൽകിയതെങ്കിൽ ഇപ്പോൾ അത് 14% വെട്ടിക്കുറച്ചിരിക്കുന്നത്. അതിനൊരു കാരണമായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും SU-30 MKയുടെ ഒരു ഡിലേയിലുണ്ട്, അപ്ഗ്രേഡിംഗിൽ ഉണ്ടാവുന്ന ഒരു ഡിലേ ആണ്. അതിനോടൊപ്പം തന്നെ LCA MK2 ഓർഡേഴ്സും പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കാത്തതിനെ തുടർന്നാണ് ആ ഒരു എസ്റ്റിമേഷനിൽ ഒരു കുറവ് കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ UBS അനലിസ്റ്റുകൾ തയ്യാറായിരിക്കുന്നത്. ഒപ്പം മികച്ച മാർജിൻ ഉണ്ട് എങ്കിൽ പോലും മാനുഫാക്ചറിംഗ് ബേസിസ് കൺസിഡർ ചെയ്യുമ്പോഴേക്കും ഒരു പ്രോപ്പർ ആയിട്ടൊരു റവന്യൂ ജനറേഷൻ കൊണ്ടുവരാനായിട്ട് കമ്പനിക്ക് സാധിക്കുന്നില്ല. അതായത് കറക്റ്റ് ടൈമിൽ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്ത് നൽകാൻ സാധിക്കുന്നില്ല എന്നൊരു അനുമാനമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിരീക്ഷണമാണ് UBSന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണ് എന്നുണ്ടെങ്കിൽ UBSനെ സംബന്ധിച്ചിട്ട് കമ്പനിക്ക് ഒരു സ്ട്രോങ് ഗൈഡൻസ് ഉണ്ട് എങ്കിൽ പോലും ഒരു ഹെൽത്തി പ്രോഫിറ്റ് മാർജിൻസ് അറ്റൈൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ത്രൂ മാനുഫാക്ചറിംഗ് എത്രത്തോളം റവന്യൂ ജനറേഷൻ ചെയ്യാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ചിട്ടാണ് ഇപ്പോൾ ഒരു ആശങ്ക UBS പങ്കുവച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ആ ഒരു മാർജിൻ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഡൗൺ സൈഡ് റിസ്ക് കുറച്ച് നിൽക്കിയിരിക്കുന്നത്, ഡൗൺ സൈഡ് റിസ്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും UBSന്റെ ഒരു ടാർഗറ്റ് പ്രൈസിനെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ മുൻപ് നൽകിയിരിക്കുന്ന ടാർഗറ്റിൽ നിന്നും ഒരു അല്പം അപ്ഗ്രഡേഷൻ, അതായത് 5440 രൂപയായിരുന്നു മുൻപ് HALന് നൽകിയിരുന്ന ടാർഗറ്റ് എങ്കിൽ അത് 5600 രൂപയായിട്ടാണ് ഉയർന്നിരിക്കുന്നത്. ഏതായാലും HALനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ നിലവിൽ ഓഹരി സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് തന്നെയാണ് കാണാൻ സാധിച്ചത്. ഇപ്പോഴും ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് തുടരുകയാണ്. 1.92% ഒരു ഇടിവിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. ജാസ്മിൻ, ഇതൊക്കെയാണ് ഈ നിമിഷങ്ങളിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. മാർക്കറ്റിന്റെ ഒരു അപ്ഡേറ്റ് ആണ് ഈ മിനിറ്റിലെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ആണ് അനിൽ റിസർച്ച് ഡെസ്കിൽ നിന്ന് നൽകിയത്. ഇനിയിപ്പോൾ മാർക്കറ്റിന്റെ ഒരു ടെക്നിക്കൽ ഔട്ട്ലുക്ക് നൽകാനായിട്ട് നമ്മുടെ ഇൻഹൗസ് എക്സ്പേർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ് ഈ ഒരു സെഷനിൽ അടുത്തതായിട്ട് ജോയിൻ ചെയ്യുന്നത്. പ്രദീപ് സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ.
പ്രദീപ് സാർ, നമ്മൾ മാർക്കറ്റ് പ്ലസിന്റെ സെഷനിൽ മാർക്കറ്റിനെ കുറിച്ചും നിഫ്റ്റി, ബാങ്ക് ഇൻഡെക്സ് തുടങ്ങിയ പ്രധാനപ്പെട്ട ബെഞ്ച് മാർക്ക് ഇൻഡീസസുകളുടെയൊക്കെ ലെവൽസ് ഒക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റോക്സിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അനില പറഞ്ഞു നിർത്തിയ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിലേക്ക് തന്നെ വരാം. ഓൾറെഡി ഇന്ന് 2% ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. UBS ബ്രോക്കറേജ് അടക്കം ഒരു ഡൗൺഗ്രേഡ് റേറ്റിംഗ് നൽകിയിരിക്കുന്നു. നിലവിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിലുള്ള സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? ജാസ്മിൻ, ഞാൻ ഈ ഡൗൺ ഗ്രേഡിൽ വിശ്വസിക്കുന്നില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൻസ് മേഖലയിലോട്ട് ഒത്തിരി അലൊക്കേഷൻ ഗവൺമെന്റിൽ നിന്നും ലഭിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നമ്മൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ്, മാസഗോൺ ഡോക്ക്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, ഭാരത് ഇലക്ട്രോണിക്സ്, ഭാരത് ഡൈനാമിക്സ് മുതലായ ഏത് ഡിഫൻസ് സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒക്കെ അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സെൽ ഓഫ് ഒന്നുമല്ല. ഇറ്റ് ഇസ് ഓൺലി എ വെരി നോർമൽ ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ്. ആൻഡ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഇപ്പൊ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ സ്പെസിഫിക് കേസ് എടുക്കുകയാണെങ്കിൽ മെയ് മാസത്തിൽ ഇത് ഏകദേശം ഒരു 3100 രൂപയിലായിരുന്നു ഇതിന്റെ ബോട്ടം. അവിടെ നിന്നും കഴിഞ്ഞ ആഴ്ച നമുക്ക് 5200 രൂപ വരെ ഓൾമോസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരുന്നു നമുക്ക് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൽ ഒരു മൂവ്മെന്റ് കാണാൻ സാധിച്ചത്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, മാനേജ്മെന്റ് ഗൈഡൻസ്, അതുപോലെ തന്നെ ഗവൺമെന്റ് ഡിഫൻസ് മേഖലയ്ക്ക് അലോക്കേറ്റ് ചെയ്യാനിരിക്കുന്ന ആ ഒരു തുകയെക്കുറിച്ചൊക്കെ നമ്മൾ തന്നെ പഠനം നടത്തുക. ആൻഡ് അതിനുശേഷം നമ്മൾ ഇതിനുള്ള ലോ റിസ്ക് ആയിട്ടുള്ള ബൈങ് ഓപ്പർച്യൂണിറ്റി കരുതുക. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ കേസിൽ വളരെ ശക്തമായിട്ട് ഒരു സപ്പോർട്ട് എനിക്ക് 4400 കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല 4400 ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുന്നു. ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ ക്വാർട്ടർലി നമ്പേഴ്സ് വന്നിട്ടുണ്ടായിരുന്ന സ്റ്റോക്സ് ആണ് ഇന്ന് പെർഫോം ചെയ്യുന്നത്. അതിൽ ആദ്യം തന്നെ പെട്രോനെറ്റ് LNGയിലേക്ക് വരുന്ന സമയത്ത് ഒരു 0.5% ഒരു നെഗറ്റീവ് നോട്ടിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം റവന്യൂവിൽ ഒരു നേരിയ മുന്നേറ്റം മാത്രം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നെറ്റ് പ്രോഫിറ്റിലേക്ക് വരുന്ന സമയത്ത് 23.4% ഒരു മുന്നേറ്റമാണ് നമുക്ക് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ അടിസ്ഥാനത്തിൽ കാണാൻ സാധിച്ചത്. പെട്രോനെറ്റ് LNG സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അൺഫോർച്ചുനേറ്റ്ലി പെട്രോനെറ്റ് LNGയുടെ കേസിൽ നമുക്ക് നിഫ്റ്റി 50യിൽ ഇത്രയും വലിയ നേട്ടം കാണുന്ന സമയത്ത് പോലും പെട്രോനെറ്റ് LNG ആ ഒരു റിക്കവറിയിൽ പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പെട്രോനെറ്റ് LNGയുടെ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. ഈ സ്റ്റോക്കിന് ഒത്തിരി റെസിസ്റ്റൻസ് ലെവൽസ് 340-ലും 350-ലും 365-ലും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അറ്റ് ദ മൊമെന്റ് ഇതിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രദീപ് സാർ, മറ്റൊരു സ്ട്രോങ് ആയിട്ടുള്ള ഏർണിംഗ് നമ്പേഴ്സ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്ന കമ്പനി DLF ആണ്. റിയൽറ്റി സെഗ്മെന്റിൽ നിന്നും ഇന്ന് 5% സ്റ്റോക്ക് അപ്പാണ്. നിലവിൽ 780 രൂപ റേഞ്ചിലാണ് DLF ട്രേഡ് ചെയ്യുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്ന സമയത്ത് റവന്യൂ 46% മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. EBITDA 30%. നെറ്റ് പ്രോഫിറ്റിൽ 39% ഒരു നേട്ടം കൊണ്ടുവരാനായിട്ട് ഈ ഒരു ഫോർത്ത് ക്വാർട്ടറിൽ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി മുന്നോട്ടേക്ക് DLFനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? DLFന്റെ കേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മെയ് തുടക്കത്തിൽ ഇത് വെറും 620 രൂപയിലായിരുന്നു ട്രേഡിംഗ് നടത്തി വന്നത്. ആൻഡ് ഈ സ്റ്റോക്കിന് 780-800 ആ ഒരു റേഞ്ചിൽ വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്. സോ ഇന്നത്തെ ട്രേഡിൽ നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത്. നമ്മൾ ട്രേഡിംഗിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റോക്കിലും പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. പുതിയ ലോങ് പൊസിഷൻസ് കറക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രമേ നോക്കാവൂ. ഇനി അടുത്തൊരു സ്റ്റോക്ക് റെഡിംഗ്ടൺ ആണ്. റെഡിംഗ്ടന്റെ സ്റ്റോക്ക് ഇന്ന് 3.5% മുന്നേറ്റമുണ്ട്. നെറ്റ് പ്രോഫിറ്റിൽ ഏതാണ്ട് ഡബിൾ മടങ്ങ് ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കമ്പനി ഈ ഒരു ക്വാർട്ടറിൽ. റവന്യൂവിലും EBITDA, മാർജിൻ തുടങ്ങിയവയിലൊക്കെ തന്നെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. റെഡിംഗ്ടനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 289 രൂപ എന്നുള്ള ഒരു നിലവാരത്തിലാണ്. അവിടെ നിന്ന് സ്റ്റോക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത എങ്ങനെയാണ്? പ്രധാനപ്പെട്ട ലെവൽസ് സാർ ഏതൊക്കെയാണ് നോക്കുന്നത്? റെഡിംഗ്ടന്റെ കേസിൽ നമുക്ക് ഏപ്രിൽ മാസത്തിലായിരുന്നു ഇതിന്റെ ബോട്ടം കണ്ടത് 178 രൂപയിൽ. അവിടെ നിന്നും ഞാൻ നേരത്തെ ഡിഫൻസ് സ്റ്റോക്സിനെ കുറിച്ച് പറഞ്ഞ സെയിം പാറ്റേൺ റെഡിംഗ്ടണിൽ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിങ്ങോ കറക്ഷനോ ഒന്നും തന്നെ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്ത 2 സെഷൻസിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ പ്രോ ആക്റ്റീവായിട്ട് ഈ പൊസിഷൻ മാനേജ് ചെയ്യണം. കറന്റ് ലെവൽസിലെ പൊസിഷൻസ്, പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നുണ്ട്.
ഈ GMR പവറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ GMR പവറിന്റെ ഓഹരികൾ ഇന്നിപ്പോൾ ഒരു ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. 1.5% കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത്ര ഭേദപ്പെട്ട റിസൾട്ടുകൾ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റോക്കിൽ ഒരു ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. GMR പവറിൽ ഉള്ള സാറിന്റെ ഒരു വ്യൂ എങ്ങനെയാണ്? GMR പവറിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ്വേസ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ വളരെ ഒരു സ്ട്രോങ് സപ്പോർട്ട് 110 രൂപ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല 110ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. സോ ഹൗഎവർ നമുക്ക് ഈ സ്റ്റോക്കിലും ഇന്ന് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഗുജറാത്ത് ഗ്യാസിലേക്ക് വന്നാൽ ഇന്നൊരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. റിസൾട്ടുകൾക്ക് ശേഷം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം റവന്യൂ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റിൽ 29% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗുജറാത്ത് ഗ്യാസിൽ നിലവിലത്തെ ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ നിലവിലത്തെ ഒരു സിനാരിയോയിൽ ഒരു പൊസിഷൻ സാർ അഡ്വൈസ് ചെയ്യുന്നുണ്ട്? ഇല്ല. കാര്യം എന്തെന്നാൽ ഗുജറാത്ത് ഗ്യാസിന്റെ കേസിൽ നമ്മൾ നിഫ്റ്റി 50യെ അപേക്ഷിച്ച് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ അണ്ടർ പെർഫോമൻസ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഈ സ്റ്റോക്കിന്റെ കേസിലും വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് എനിക്ക് 480, 500, 510, 520 കാണാൻ സാധിക്കുന്നുണ്ട്. ഈ റെസിസ്റ്റൻസ് ഒക്കെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ സ്റ്റോക്കിൽ കൺസിഡർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പ്രദീപ് സർ, ഇന്ന് ബൊറോസിലിന്റെ ഓഹരികളിലേക്ക് വന്നാൽ 2.5% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട് ബൊറോസിൽ ലിമിറ്റഡിന്റെ ഓഹരികൾ. ഈ ഒരു സ്റ്റോക്കിന്റെ പെർഫോമൻസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞൊരു വർഷം നവംബറിലാണ് 515 രൂപ എന്നുള്ള ഒരു 52 വീക്ക് ഹൈ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതാകട്ടെ 367 രൂപയിലുമാണ്. ഈ ഒരു സ്റ്റോക്കിന്റെ നിലവിലെ ഈ ഒരു പെർഫോമൻസിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ബൊറോസിലിന്റെ കേസിൽ ആദ്യം തന്നെ നമ്മൾ ഓർക്കേണ്ടത് ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. ഈ സ്റ്റോക്കിന്റെ വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് 400-ലും 420 രൂപയിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ലഭിക്കാൻ പോകുന്നുള്ളൂ. പ്രദീപ് സർ, അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ കരൂർ വൈശ്യ ബാങ്കിന്റെ സ്റ്റോക്ക് കൂടി ചോദിക്കുകയാണ്. ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 0.5% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. ക്വാർട്ടർലി നമ്പോസുകൾക്ക് ശേഷം 227 രൂപ എന്നുള്ളൊരു റേഞ്ചിലാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. കരൂർ വൈശ്യ ബാങ്കിനെ ചാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നിലവിലെ ട്രെൻഡ് എങ്ങനെയാണ്? കരൂർ വൈശ്യ ബാങ്കും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ അപേക്ഷിച്ച് അണ്ടർ പെർഫോമൻസ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റോക്കിന്റെ ഒരു വളരെ ലോങ് ടേം പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് കോട്ട് ഇൻ എ സൈഡ് വേസ് മൂവ്. ഈ സ്റ്റോക്കിന്റെ കേസിൽ 230, 240, 245 ഈ ലെവലിൽ ഒക്കെ വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ലെവൽസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റോക്കിലും ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഫൈനലി പ്രദീപ് സർ, ഈ ഒരു സെഗ്മെന്റിൽ സ്റ്റോക്കുകളുടെ ഒക്കെ ഒരു ഡീറ്റെയിൽസ് അവിടെ നിർത്തുന്നതിന് മുൻപ് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റോക്സ് സാർ വാച്ച് ചെയ്യുന്നതുണ്ടോ? നമ്മൾ നിഫ്റ്റി 50 അല്ലെങ്കിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലോട്ട് നോക്കുമ്പോൾ നമുക്ക് എസ്പെഷ്യലി ബാങ്കിങ് മേഖലയിലോട്ട് നോക്കുമ്പോഴേക്കും നമുക്ക് 4 ടൈപ്പ് സ്റ്റോക്സ് കാണാൻ സാധിക്കുന്നത്. ഒന്ന് വന്നിട്ട് ലാർജ് പ്രൈവറ്റ് സെക്ടർ ജയൻസ്, അതായത് ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, HDFC ബാങ്ക്, കോട്ടക് ബാങ്ക്. സോ ഈ സ്റ്റോക്സ് ആയിരുന്നു നിഫ്റ്റി ബാങ്കിനെ നയിച്ചത് ഏപ്രിൽ മാസം മുഴുവൻ. അതിനുശേഷം ഈ സ്റ്റോക്കിലൊക്കെ ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ഗെയിൻ കൺസോൾട്ടേഷനെ കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാറ്റഗറി ഇസ് ദ ലാർജ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ലൈക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക് എക്സെട്ര. ഈ സ്റ്റോക്കിലൊക്കെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിനെ കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരു അണ്ടർ പെർഫോമൻസ് ആയിരുന്നു. ബട്ട് എങ്കിലും ഈ സ്റ്റോക്സിലൊക്കെ ദ ട്രെൻഡ് ഹസ് സ്റ്റാർട്ടഡ് ബിക്കമിങ് ബുള്ളിഷ്. മൂന്നാമത്തെ ഒരു കാറ്റഗറി ഇസ് ദി സ്മോൾ പബ്ലിക് സെക്ടർ ബാങ്ക്സ്. അതിൽ എടുത്തു പറയാനുള്ളത് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, മഹാരാഷ്ട്ര ബാങ്ക്, IOB ആൻഡ് യൂക്കോ ബാങ്ക്. നമ്മൾ ഇന്നലത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി മാസങ്ങൾക്ക് ശേഷം ഈ ഓരോ സ്റ്റോക്കിലും നമുക്ക് 6% റിക്കവറി കാണാൻ സാധിച്ചു. ദാറ്റ് ഈസ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് വീണ്ടും ഈ 5 സ്റ്റോക്കിലും സ്പെക്കുലേറ്റീവ് ബൈയിങ് വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ നമ്മളൊരു മൊമെന്റത്തിന് വേണ്ടി ട്രൈ ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റോക്സിൽ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നമ്മൾ അറ്റൻഷൻ കൊടുക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് നാലാമത്തെ കാറ്റഗറി ഇസ് ദി സ്മോൾ ഫൈനാൻസ് ബാങ്ക്സ്. സോ സ്മോൾ ഫൈനാൻസ് ബാങ്ക്സിൽ ഒത്തിരി വലിയൊരു കറക്ഷന് ശേഷം വീണ്ടും നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ AU ബാങ്കിൽ, അതുപോലെ തന്നെ ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്കിലൊക്കെ നമുക്ക് റിക്കവറി ആൻഡ് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്സിന്റെ ഒക്കെ ഫൈനാൻഷ്യൽ സ്റ്റഡി ചെയ്യുക. ഐ എം ഷുവർ ദാറ്റ് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇതിലൊക്കെ ലോ റിസ്ക് ആയിട്ട് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കും. താങ്ക് യു സോ മച്ച് പ്രദീപ് സർ.
താങ്ക് യു ജാസ്മിൻ. സൂരജ് സർ, നമ്മൾ ഇപ്പോൾ ടെലികോം സെഗ്മെന്റിലേക്ക് പോവുകയാണ്. ടെലികോം സെഗ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലിസ്റ്റഡ് സ്പേസിലുള്ള ടാറ്റ ടെലി സർവീസസ്, ഭാരതി എയർടെൽ, വോഡാഫോൺ ഐഡിയ സ്റ്റോക്കുകളിലൊക്കെ തന്നെ ഇടിവ് കാണുന്നുണ്ട്. 0.5% മുതൽ 2% വരെയാണ് ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ കൂടി പറയാം. കേന്ദ്ര സർക്കാരിന്റെ അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ, അതായത് AGR ഇനത്തിൽ വീട്ടേണ്ട കുടിശ്ശികയിന്മേൽ ചുമത്തിയിട്ടുണ്ടായിരുന്ന ഫൈൻസ്, ഇൻട്രസ്റ്റ് ആൻഡ് പെനാൽറ്റി ഇൻട്രസ്റ്റ് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് ടെലികോം കമ്പനികൾ നൽകിയിട്ടുണ്ടായിരുന്ന ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. അതിനു പിന്നാലെയാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ഓഹരികളിലും ഇന്ന് നമുക്കൊരു വലിയ ഇടിവ് കാണാൻ സാധിക്കുന്നത്. എസ്പെഷ്യലി വോഡാഫോൺ ഐഡിയ, ഭാരതി എയർടെൽ, ടാറ്റ ടെലി സർവീസസ് എന്നിവ സമർപ്പിച്ച ഹർജിയാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി തള്ളിയത്. ഇതിൽ ഈ AGR സംബന്ധിച്ച് ഓൾറെഡി ഒരു അന്തിമ വിധി പുറപ്പെടുവിച്ചതിന് ശേഷമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ഹർജി എന്നതുകൂടിയാണ് അറിയേണ്ടത്. എസ്പെഷ്യലി ഇതിൽ വോഡാഫോണിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ വോഡാഫോൺ ഐഡിയ മാത്രം ഏതാണ്ട് ഫീസ് ഇനത്തിൽ നൽകാനുള്ളത് 1.96 lakh crore ആണ്. ഇതിൽ നിന്ന് AGRന്റെ കുടിശ്ശിക ഒഴിവാക്കി തരണമെന്നും അല്ലെങ്കിൽ 2025-26 ശേഷം കമ്പനിക്ക് പ്രവർത്തിക്കാനാവില്ലെന്നും ഇൻസോൾവൻസിയിലേക്ക് പോകേണ്ടതായിട്ട് വരുമെന്നുള്ള ഒരു അറിയിപ്പാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രത്തോട് ഒരു ആവശ്യപ്പെടലാണ് വോഡാഫോണിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഈ ഒരു സർക്കാർ ആവശ്യപ്പെട്ട കുടിശ്ശിക 3 മാസത്തിനുള്ളിൽ അടയ്ക്കണമെന്നാണ് സുപ്രീം കോടതി ടെലികോം കമ്പനികൾക്ക് നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട്. വലിയ തുകയാണ് ഇത്തരത്തിൽ ടെലികോം കമ്പനികൾക്ക് അടയ്ക്കേണ്ടി വരിക. നിലവിലെ കണ്ടീഷനിൽ ടെലികോം കമ്പനികളെ സംബന്ധിച്ച് ഈ തീരുമാനം വലിയ രീതിയിലുള്ള ഒരു പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല. ഈ ഒരു കാര്യങ്ങളെ കമ്പനീസ്, എസ്പെഷ്യലി ടെലികോം കമ്പനീസ് എങ്ങനെ ഓവർകം ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് സർ ഉള്ളത്? ജാസ്മിൻ, ഈ അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ AGR, അത് ഫ്ലാഷ് പോയിന്റ് ബിറ്റ്വീൻ ഗവൺമെന്റ് ആൻഡ് ടെലികോം കമ്പനീസ് എന്നുള്ള ഇതിന്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് അറിയോ? 1990 ഗവൺമെന്റ് ഈ മൊബൈൽ ഫോൺസിനൊക്കെ ലൈസൻസ് കൊടുത്തപ്പോ ഈ ലൈസൻസിന്റെ ഫീയും സ്പെക്ട്രം ഫീയും ഒക്കെ വളരെ ഹ്യൂജ് ആയിരുന്നു. അന്ന് ഇന്നത്തെ പോലെ മൊബൈലിന് പെനിട്രേഷൻ ഒന്നുമില്ല, അത്രമാത്രം റവന്യൂസ് ഒന്നും ഈ മൊബൈൽ കമ്പനീസിന് കിട്ടിയിരുന്നില്ല. എന്നാൽ വലിയ ഹൈ ഫീസും സ്പെക്ട്രത്തിന് വലിയൊരു ചാർജും കൊടുത്തിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരുപാട് ലോസുകൾ ഈ എന്താ പറയുക ടെലികോം കമ്പനീസിന് ഉണ്ടായി, ഈ ഹൈ ഫീസ് കാരണം. അപ്പൊ 1999 ഗവൺമെന്റ് വന്നിട്ട് പറഞ്ഞു, നമുക്ക് ഇനി മുതൽ അങ്ങനെ വേണ്ട, നമുക്ക് പ്രോഫിറ്റ് ഷെയറിംഗിലേക്ക് ആവാം. അതായത് നിങ്ങളുടെ ബേർഡൻ നിങ്ങൾ ഉണ്ടാക്കുന്ന റവന്യൂ അനുസരിച്ചിട്ട് നമുക്ക് തന്നാൽ മതി, ആ ഇനത്തിൽ നമുക്ക് ഈ സ്പെക്ട്രം ചാർജസും ലൈസൻസ് ഫീയും അതിൽ വരവ് വയ്ക്കാം എന്നുള്ള ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് എഗ്രിമെന്റിലേക്ക് ഗവൺമെന്റും ടെലികോം കമ്പനീസും കൂടെ 1999 പോയി. അപ്പൊ അത് പ്രകാരം ആ എഗ്രിമെന്റ് പ്രകാരമാണ് ഈ AGR എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷൻ വന്നത്. അതായത് എന്ത് അടിസ്ഥാനത്തിലാണ് കമ്പനീസ് ലൈസൻസ് ഫീയും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്പെക്ട്രം ചാർജസും ഗവൺമെന്റ് തരേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് AGR എന്ന് പറയുന്ന ഒരു റവന്യൂ മോഡൽ കൊണ്ടുവന്നത്. അതിനെ നമ്മൾ അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ എന്ന് പറയും. അത് പ്രകാരം ടെലികോം കമ്പനീസ് ഗവൺമെന്റിന് ലൈസൻസ് ഫീ ആയി 8%, സ്പെക്ട്രം ചാർജസ് ആയി 3 തൊട്ട് 5% കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ ടെലികോം കമ്പനീസും എഗ്രി ചെയ്തു, ഗവൺമെന്റും എഗ്രി ചെയ്തു. എവിടെയാണ് ഇവർ തമ്മിൽ ഒരു കൺഫ്യൂഷൻ വന്നതെന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഈ റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുള്ള അതിലാണ് തർക്കം വന്നിരിക്കുന്നത്. ആ റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യണത് ടെലികോം കമ്പനീസ് പറയുന്നതെന്ന് വെച്ചാൽ അത് ഈ പ്യുവർ മൊബൈൽ ഓപ്പറേഷൻസിൽ നിന്ന് മാത്രമേ നിങ്ങൾ റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യാവൂ. അതായത് മൊബൈൽ സർവീസസ്, കോൾസ്, മെസ്സേജിംഗ് സർവീസസ്, ഇന്റർനെറ്റിന്റെ ഡേറ്റ സർവീസസ്, ഇതിൽ നിന്നായിരിക്കണം എന്നുള്ള രീതിയിലാണ് ടെലികോം കമ്പനീസ് ആർഗ്യൂ ചെയ്തത്. എന്നാൽ ഗവൺമെന്റ് ആർഗ്യൂ ചെയ്ത് അങ്ങനെയല്ല. ഗവൺമെന്റ് പറഞ്ഞു വെച്ചാൽ അതൊന്നും കൂടാതെ തന്നെ കോർ മൊബൈൽ ഓപ്പറേഷൻസ് കൂടാതെ തന്നെ ഇൻട്രസ്റ്റ് ഇൻകം വരികയാണെങ്കിലോ, സെയിൽ ഓഫ് അസറ്റ് വരികയാണെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ റെന്റ് കൊടുക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ചിൽ ഗെയിൻ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തൊക്കെ മോഡൽ റവന്യൂസ് വരുന്നോ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് മൊബൈൽ കോർ ഓപ്പറേഷൻസും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് പറയും. ഇതാണ് ഇവർ തമ്മിലുള്ള ഒരു കൺഫ്യൂഷൻ, ഗവൺമെന്റും ടെലികോം കമ്പനീസും തമ്മിലുള്ള കൺഫ്യൂഷൻ. ഇത് നേരെ കോടതിയിൽ കേസ് പോയി. എനിക്ക് 1999 ഈ AGR വന്നു, 2000 മുതൽ തന്നെ ഈ കേസ് കോടതിയിലേക്ക് പോയി എന്നുള്ള. അത് അവിടെ കിടന്ന് പഴകി 15 കൊല്ലം 16 കൊല്ലം ഒക്കെ ആയി എന്നുള്ള. ഇപ്പതാ ഇത് വന്നേക്കണം. കാര്യം വെച്ചാല് ഇപ്പൊ പറഞ്ഞേക്കണ എന്താ, സുപ്രീം കോടതി പറഞ്ഞേക്കുന്നത് അതൊന്നുമില്ല, ആ പ്ലീ അങ്ങ് ക്യാൻസൽ ചെയ്തു എന്നുള്ള. ഇപ്പൊ നേരത്തെ ജാസ്മിൻ പറഞ്ഞ പോലെ വോഡാഫോണിന് 83,400 കോടിയാണ് ഗവൺമെന്റ് കൊടുക്കാനുള്ളത്, എയർടെലിന് 34,745 കോടി, ടാറ്റ ടെലി സർവീസസിന് 16,790 ക്രോസ്. റിലയൻസ് ജിയോ വളരെ ലേറ്റ് ആയിട്ട് വന്നുകൊണ്ട് അവർക്ക് ഈ ഫീസ് എന്ന് പറഞ്ഞാൽ വളരെ നെഗ്ലിജിബിൾ ആണ്. അതൊരു വലിയ ഇമ്പാക്ട് അവർക്കുണ്ട്. ഈ 3 കമ്പനിക്കാണ് ഇമ്പാക്ട് വന്നതെന്നുള്ളത്. അപ്പൊ ഈ സുപ്രീം കോടതി റൂൾ അനുസരിച്ച്
ഗവൺമെന്റ്, അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണോ AGRനെ നമ്മൾ റവന്യൂ കാൽക്കുലേറ്റ് ചെയ്തേക്കണേ ആ മോഡലിൽ തന്നെ ടെലികോം കമ്പനീസ് കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കണത്. അതെന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയൊരു എമൗണ്ട് ആണ്. ഇതിനെ സഹായിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ ഗവൺമെന്റ് ശരിക്കും പറഞ്ഞാൽ ഈ കമ്പനികളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ 10 കൊല്ലം കൊണ്ട് ഇതിനെ പേ ചെയ്താൽ മതി. അത് മാത്രമല്ല 4 കൊല്ലത്തെ മൊറട്ടോറിയം കൊടുത്തു. ഈ പറഞ്ഞ പോലെ വോഡാഫോണിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സ്റ്റോക്ക് 7% ഒക്കെ ഉള്ളപ്പോ ഏതാണ്ട് കൊടുക്കല്ല, അതായത് ഗവൺമെന്റ് കിട്ടാനുള്ള കടം ഉണ്ടല്ലോ അതിനെ ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്തു, അതായത് സ്റ്റേക്ക് ആയിട്ട്. അതായത് എനിക്ക് തോന്നുന്നു 22.6% സ്റ്റേക്കാണ് ഗവൺമെന്റിന് വോഡാഫോണിലുണ്ടായത്. അത് നേരെ 48.9 crore ആക്കി ഗവൺമെന്റ്. അതായത് നിങ്ങൾ തരാൻ പോണ കടത്തിന് ഞങ്ങൾക്ക് ഇക്വലന്റ് ആയിട്ട് നിങ്ങളുടെ കമ്പനിയിൽ ഷെയർ ഹോൾഡിംഗ് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അത് കൺവേർട്ട് ചെയ്ത് കുറെയൊക്കെ ബാധ്യത വോഡാഫോണിന് കുറച്ചു കൊടുത്തു. ഈ അന്ന് തന്നെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ വോഡാഫോൺ ഭയങ്കരമായിട്ട് 5%, 6% ഒക്കെ അറിയും. ഒന്നാമത് നമ്മുടെ നാട്ടുകാർ ഈ ചെറിയ വിലയുള്ള സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ കയറി ചാടിക്കയറി മേടിക്കാറുണ്ട്. 2.5 ലക്ഷം കോടിയോളം കടമുള്ള കമ്പനിയാണ് വോഡാഫോൺ എന്നുള്ളത്. അതിന്റെ 7 റുപ്യൊക്കെ ആണെങ്കിലും അതിന്റെ വില എന്ന് പറയുന്നത് വളരെ വലുതാണെന്നുള്ള. അപ്പൊ അന്ന് ഗവൺമെന്റ് സ്റ്റേക്ക് എടുത്തത് 10 രൂപയ്ക്കാണ്. അന്നും നമ്മൾ ഇവിടെ ഓപ്പണിംഗ് ഹൗസിൽ പറഞ്ഞിരുന്നു ഗവൺമെന്റ് 7 രൂപയുടെ സാധനം 10 രൂപയ്ക്ക് മേടിച്ചത് അതിനകത്തൊരു വാല്യൂ ഉള്ളതുകൊണ്ട് പ്രീമിയം കൊടുത്ത് മേടിച്ചതൊന്നുമല്ല. ഈ ഷെയർ ഹോൾഡിംഗ് 50% മുകളിൽ പോവാൻ പാടില്ല എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് 10 രൂപ എന്ന് പറയുന്ന ഒരു വാല്യൂ അവിടെ ഇട്ടതെന്നുള്ളത്. കാര്യം ഗവൺമെന്റ് ഒരിക്കലും വോഡാഫോൺ ഓൺ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അതായിരുന്നു നമ്മൾ റെക്കമെൻഡ് ചെയ്ത് ഇതിൽ സൂക്ഷിക്കണം. ഇന്നും എനിക്ക് തോന്നുന്നു 6% സ്റ്റോക്ക് 6.5 രൂപയെ കണ്ടാണ് ട്രേഡ് ചെയ്യുന്നത്. 6.6 വന്നു എന്നുള്ളത്. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ സുപ്രീം കോടതിന്റെ റൂൾ എന്ന് പറയുന്നത്. അത് ഭയങ്കരമായിട്ട് ടെലികോം കമ്പനീസിനെ എഫക്ട് ചെയ്യാനുള്ളതാണ്. ബട്ട് ഗവൺമെന്റിന്റെ നിലപാടാണ് നമുക്ക് ഇനി ഒറ്റ നോക്കേണ്ടത്. അതുകൊണ്ട് എടുത്തു ചാടി നമ്മൾ ഒന്നും ചെയ്യണമെന്ന് തന്നെ നമ്മൾ പറയില്ല. ബട്ട് വോഡാഫോണിന്റെ കാര്യം ഒരു പരുങ്ങലിലാണ്. കാര്യം അവർ പറയുന്നത് FY26 2026 വരെ നടത്താനുള്ള ഒരു ശേഷി അവർക്കുള്ളൂ. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇൻസോൾവൻസി, അതായത് ഭൂഷൺ പവറിന്റെ ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ, അതേപോലത്തെ ഇൻസോൾവൻസിയിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ്. ബട്ട് ഈവൻ ദെൻ നമുക്കൊരു വെയിറ്റ് ആൻഡ് വാച്ച് പോളിസി നമുക്ക് എടുക്കാൻ. നമ്മൾ എന്താണ് AGR എന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്തു. ബട്ട് ഗവൺമെന്റ് ആക്ഷൻസ് ആണ് ഇനി നമുക്ക് ഉറ്റുനോക്കേണ്ടതുള്ളത്. ഏതായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട് സർ. അതിനു മുൻപ് ഇന്ന് നമ്മൾ സ്പോട്ട്ലൈറ്റിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു സ്റ്റോക്കിനെ കുറിച്ച് കൂടി മെൻഷൻ ചെയ്തുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, അതായത് ഈ സ്റ്റോക്കിനെ കുറിച്ച് ഇന്ന് മെൻഷൻ ചെയ്താണ്. ഞാനിപ്പോ ഈ സ്റ്റോക്ക് ഇന്ന് സ്പോട്ട്ലൈറ്റിലേക്ക് എടുക്കാൻ കാര്യം എന്നറിയോ? അതായത് നമുക്ക് ഒരു സ്റ്റോക്കിനെ ഒരു സാധാരണക്കാരനെ എങ്ങനെ കണ്ടുപിടിക്കാന്നാണ്. അതായത് ഇപ്പൊ നമ്മൾ എല്ലാ ചോദ്യമുണ്ട്. ഇപ്പോ സ്റ്റോക്ക് പിക്കിംഗ് ഈസ് ഓൾ അബൌട്ട് റിസർച്ച്, ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്. then all the chartered accountants would have been the richest person on earth. അതല്ല, ഒരു കോമൺ മെന്ന് പോലും ഇത് ചെയ്യാന്നുള്ള ഒരു സിമ്പിൾ രീതി. അതായത് നമ്മളിപ്പോൾ ആലോചിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ iPhone 16 ഇറങ്ങി. നമ്മൾ US-ലും ഇന്ത്യയിൽ തന്നെ ബാംഗ്ലൂരിലും ബോംബെയിലൊക്കെ നോക്കുമ്പോൾ ആ സ്റ്റോർ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ആൾക്കാർ ക്യൂ നിന്നാണ് മേടിക്കുന്നത് അല്ലെ. പിന്നെ ഇപ്പൊ നമ്മള് സാംസങ്ങിന്റെ S25 ആഡ് കണ്ടു. സ്റ്റൈലസ് ഒക്കെ വെച്ച് ഏതാണ്ട് കമ്പ്യൂട്ടർ ചെയ്യാവുന്ന രീതിയിൽ തന്നെ ചെയ്യാവുന്ന ഫോൺസ്, അതിനകത്ത് AI ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഇതിന്റെയൊക്കെ സെയിൽസ് കാണുമ്പോഴാണ് നമുക്ക് ഈ സ്റ്റോക്കിനെ കുറിച്ച് ഐഡിയ തോന്നുന്നത്. അതായത് നിങ്ങൾ ഇമാജിൻ സ്റ്റോറിന്റെ ഫ്രണ്ടിൽ പോകുന്നു, മോളിൽ അല്ലെങ്കിൽ ഒരു ആപ്പിൾ സ്റ്റോറിന്റെ ഫ്രണ്ടിൽ പോകുന്നു. അപ്പോൾ ഒരു സ്റ്റോക്ക് ഐഡിയ നിങ്ങളുടെ മനസ്സിൽ തട്ടണം. അതാണ് റെഡിങ്ടൺ ഇൻ ഇന്ത്യ. ഈ റെഡിങ്ടൺ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാം ഈ ലോജിസ്റ്റിക്സ് കമ്പനിയെ കുറിച്ച് നമ്മൾ പറയുന്നു അല്ലെ. ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കമ്പനീസിനാണ് ലോജിസ്റ്റിക് കമ്പനീസ് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കമ്പനി. റെഡിങ്ടൺ ഡീൽ ചെയ്യുന്നത് ഇതേപോലെ ഇലക്ട്രോണിക് പ്രോഡക്ട്സിന്റെ സപ്ലൈ ചെയിൻ ആണ്. അവരാണ് ബേസിക്കലി ഈ പറയുന്ന പോലെ ആപ്പിളിന്റെ, സാംസങ്ങിന്റെ, ഹ്യൂലറ്റ് പെക്കാർഡ്, HP-യുടെ, ഡെല്ലിന്റെ, ലെനോവോന്റെ, മൈക്രോസോഫ്റ്റിന്റെ ഒക്കെ ഡിസ്ട്രിബ്യൂട്ടർ. നിങ്ങൾ ഈ കടകളിലൊക്കെ സാധനം അവരാണ് എത്തിച്ചു കൊടുക്കുന്നത് എന്നുള്ള. റെഡിങ്ടൺ ആണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള. അപ്പൊ ഈ റെഡിങ്ടൺ യൂഷ്വലി ഡീൽ ചെയ്യുന്നത് കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, പ്രിന്റർ, സ്കാനർ, പെരിഫറൽസ്, പിന്നെ മൊബൈൽ ഫോൺസ്, അതുകൂടാതെ കുറച്ച് സോഫ്റ്റ്വെയർ, ഈ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെയാണ് അവർ ഡീൽ ചെയ്യുന്നത്. അതാണ് അവർ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നത്. ഇവർക്ക് കുറച്ച് വാല്യൂ ആഡഡ് സർവീസ് ഉണ്ട്. അതായത് ക്ലൗഡ് സർവീസ്, അതായത് നമ്മുടെ ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ക്ലൗഡ് സർവീസ്, അതൊക്കെ അവരൊരു വാല്യൂ അഡീഷൻ ബിസിനസ് ആണ്. പിന്നെ സൈബർ സെക്യൂരിറ്റിയിലും അവർ കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ അഡീഷണൽ ആയിട്ട് റവന്യൂ തരുന്നുണ്ട്. പിന്നെ ഈ ഡേറ്റാ സെന്റർ മാനേജ്മെന്റ്, ഇതൊക്കെ ഇവരുടെ വാല്യൂ അഡീഷൻ ആയിട്ടുള്ള എക്സ്ട്രാ ബിസിനസ് ആണ്. ഇതിനകത്ത് പ്രൊമോട്ടേഴ്സ് 0 ആണ്. അതായത് ആ കമ്പനി നടത്തിക്കൊണ്ടു പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ മാനേജ്മെന്റ് ടീമാണ്. ആ മാനേജ്മെന്റ്, അതായത് CEO, COO, CTO, ചീഫ് ടെക്നിക്കൽ ഓഫീസർ, ഇങ്ങനത്തെ രീതിയിലാണ് കമ്പനി നടത്തിക്കൊണ്ടുപോകുന്നത്. ഈ കമ്പനിയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് 55% ഷെയർ ഹോൾഡിങ്ങും പബ്ലിക്കിന് ഏതാണ്ട് 44% ഷെയർ ഹോൾഡിങ്ങുമാണ്. ഞാൻ ഈ സ്റ്റോക്ക് സ്പോട്ട്ലൈറ്റിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം വേറൊന്നും കൊണ്ടല്ല. ഈ ബിസിനസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലോ മാർജിൻ ബിസിനസ് ആണ്. 2.5 തൊട്ട് 3% ബിസിനസ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ കോമ്പറ്റീഷൻ വരില്ല. അതാണ് അതിന്റെ പ്രത്യേകത. നമ്മൾ എപ്പോഴും ഇതൊരു ബിസിനസ് ഡൈനാമിക് പറയാൻ വേണ്ടിയിട്ടാണ് സ്പോട്ട്ലൈറ്റ് പറയുന്നത്. നമ്മൾ ഇപ്പൊ ഒരു ബിസിനസ്സിൽ ഹ്യൂജ് പ്രോഫിറ്റ് മാർജിൻ ഉണ്ടാക്കണമെന്ന് വെച്ചു. ആ പ്രോഫിറ്റ് മാർജിൻ മറ്റുള്ളവർ കാണുമ്പോൾ നമ്മൾ യാടാ
ഈ ബിസിനസ് കൊള്ളാലോ, നമുക്കും ഈ ബിസിനസ് തുടങ്ങിയാലോ. ഇതാണ് സ്വിഗ്ഗിക്കും സൊമാറ്റോയ്ക്കും പറ്റിയത്. അവരതിനകത്ത് നല്ല പ്രോഫിറ്റ് മാർജിൻ ഉണ്ടാക്കണു എന്ന് കണ്ടു കഴിഞ്ഞപ്പോ നമ്മൾ സെപ്റ്റോ വന്നു, ആമസോൺ അതിലേക്ക് ഇറങ്ങി, ഫ്ലിപ്കാർട്ട് ഇറങ്ങി, ബിഗ് ബാസ്ക്കറ്റ് ഇറങ്ങി, ഇപ്പൊ എന്താ യൂണിലിവർ, നെസ്ലെ വരെ ഇറങ്ങി എന്നുള്ളതാണ് ക്യൂ കോമേഴ്സിൽ. അപ്പൊ നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് മാർജിനുള്ള ബിസിനസ്സുകൾ ഉണ്ടെങ്കിൽ ത്രെറ്റ് ഓഫ് കോമ്പറ്റീഷൻ ഈസ് വെരി ഹൈ. ബട്ട് ഈ പറയുന്ന പോലെ പ്രോഫിറ്റ് മാർജിൻ ചെറുതാണെങ്കിൽ, അതായത് 2%, 3% ഒക്കെ ആണെങ്കിൽ കോമ്പറ്റീഷൻ അധികം വരില്ല. കാര്യം ഈ 2-3% ഉണ്ടാക്കാൻ തന്നെ എത്രയോ കൊല്ലത്തെ സ്കെയിൽ അവർ കൊണ്ടുവന്നതിന് ശേഷമാണ് റെഡിങ്ടൺ ഈ 2-3% ഓപ്പറേറ്റിംഗ് മാർജിൻ. അതുകൊണ്ട് ഫെയർലി ഇതിനകത്ത് വലിയ ലിസ്റ്റഡ് കമ്പനീസ് ഒന്നും കോമ്പറ്റീഷൻ ഇല്ല. പിന്നെ അൺലിസ്റ്റഡ് കമ്പനിയായ ഇൻഗ്രാം മൈക്രോടെക് എങ്ങാണ്ടാണ്, ബട്ട് അത് നമുക്ക് ലിസ്റ്റഡും അല്ല. ദിസ് മേക്സ് റെഡിങ്ടൺ എ ബ്യൂട്ടിഫുൾ ബിസിനസ് എന്നുള്ളതാണ്. ആ ബിസിനസ് ഡൈനാമിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ കമ്പനി ഞാൻ സ്പോട്ട്ലൈറ്റിലേക്ക് കൊണ്ടുവന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു കോമൺ മാന് എങ്ങനെ നിങ്ങൾ കാണുന്ന കാഴ്ചകളിൽ നിന്ന് ഒരു സ്റ്റോക്ക് ഐഡിയയെ കുറിച്ച് ആലോചിക്കുക. അപ്പൊ നിങ്ങൾ ഈ റെഡിങ്ടണിനെ കുറിച്ച് ആലോചിക്കേണ്ടത് ആപ്പിളിന്റെ, സാംസങ്ങിന്റെ, മൈക്രോസോഫ്റ്റിന്റെ, ഡെല്ലിന്റെ, HP-യുടെ, ലെനോവോന്റെ ഒക്കെ ഗ്രോത്ത് ഇന്ത്യയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പ്ലേ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ റെഡിങ്ടൺ ആണ് ആ സ്റ്റോക്ക് എന്നുള്ളത്. റൈറ്റ്, അത് മാത്രം നമ്മളൊന്ന് പറഞ്ഞു വെക്കുന്നു. യെസ്, ഇനി റെഡിങ്ടന്റെ ഒരു പെർഫോമൻസ് കൂടി വളരെ പെട്ടെന്ന് നോക്കാം. ഇയർ ടു ടിൽ ഡേറ്റിൽ 44% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പോസിറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള സ്റ്റോക്കാണ്. കഴിഞ്ഞ ഒരു വർഷത്തിൽ 35.95% നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ റെഡിങ്ടൺ ട്രേഡ് ചെയ്യുന്ന ഒരു വില പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 280 രൂപ എന്നുള്ള ഒരു നിലവാരത്തിലാണ് റെഡിങ്ടന്റെ സ്റ്റോക്ക്, 290 രൂപ എന്നുള്ള ഒരു നിലവാരത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഏതായാലും ഇന്നത്തെ ഈ ഒരു ഓപ്പണിംഗ് അവേഴ്സിന്റെ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മാർക്കറ്റിന്റെ കൂടുതൽ അനാലിസിസും എക്സ്പേർട്ട് ഒപ്പീനിയനും ഒക്കെ തന്നെ നമ്മുടെ ഈ ഒരു ഷോയിൽ അടുത്തൊരു ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്തും. നിങ്ങൾക്ക് കൂടുതൽ കമന്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ ഞങ്ങളുടെ ഈ ഒരു സെഷന്റെ ഫുൾ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിനു ശേഷം അവിടെ രേഖപ്പെടുത്താവുന്നതാണ്. അതൊക്കെ തന്നെ നമ്മൾ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഏതായാലും മറ്റു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുമായിട്ട് അടുത്തത് മാർക്കറ്റ് അപ്ഡേറ്റിൽ വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.